എന്ന് തെളിയിക്കേണ്ടത് ആരാണ്? ആ ചുമതലയാണ് ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു ക്രിമിനൽ കേസിന്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലേ, പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്. ഒരു കുറ്റം തെളിയിക്കുന്നവരെ ഒരാൾ നിരപരാധിയാണെന്ന് നമ്മൾ പറയില്ലേ. അപ്പൊ ഒരു ക്രൈം നടന്നു കഴിഞ്ഞ് ഒരാളെ പിടിച്ച് പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പോലും അയാളെ കോടതി കൺവിക്ട് ചെയ്യുന്നവരെ ഹീസ് ഇന്നസെന്റ്. അതുകൊണ്ട് തന്നെ ഒരു ക്രൈം നടന്നു എന്ന് തെളിയിക്കേണ്ടത് ആരാണ്? എപ്പോഴും പ്രോസിക്യൂഷൻ സൈഡാണ് ക്രൈം നടന്നു എന്ന് കാണിക്കേണ്ടത്. പ്രോസിക്യൂഷൻ സൈഡാണ് കാണിക്കേണ്ടത്. അക്യൂസിഡിന് എന്താണ്, അക്യൂസിന് ഈ പ്രോസിക്യൂഷൻ സൈഡ് തെളിയിച്ചാൽ മാത്രമേ അടുത്ത സാധനം ഉള്ളൂ. അതായത് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം തെളിയിക്കേണ്ടത് ആരാണ്? പിന്നെ അക്യൂസ്ഡ് ആണ്. അപ്പൊ പ്രോസിക്യൂഷൻ സൈഡിലാണ് മെജോറിറ്റി എന്ത് വരിക? ബേർഡൻ ഓഫ് പ്രൂഫ് വരിക. ഇനി ബേർഡൻ ഓഫ് പ്രൂഫും ജനറൽ എക്സെപ്ഷന്റെ കാര്യം വരുമ്പോഴത്തേക്ക് ആരാണ് ജനറൽ എക്സെപ്ഷൻ ക്ലെയിം ചെയ്യുന്നത്? ഞാൻ ചെയ്ത ക്രൈം, ഇപ്പൊ പ്രോസിക്യൂഷൻ സൈഡ് പറഞ്ഞു ബി എന്ന് എ എന്ന് പറയുന്ന ആള് അക്യൂസ്ഡ് ആണ്, അയാളെ കൺവിക്ട് ചെയ്യണം എന്ന് പറയാണ്. പ്രോസിക്യൂഷൻ വിത്ത് എവിഡൻസും കാര്യങ്ങളും ഒക്കെ ഇന്ന ആള് കുറ്റം ചെയ്തു എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ അക്യൂസ്ഡിന് എടുക്കാൻ പറ്റുന്ന കുറച്ച് ഡിഫൻസുകളാണ് ഇത് ഈ പറയുന്ന ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഈ പറയുന്ന ജനറൽ എക്സെപ്ഷൻസിൽ പെടുന്ന ഏതെങ്കിലും ഒരു കാരണമാണ് ഇയാള് ഈ ഒരു ഒഫൻസ് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യാം? അയാളെ വേണമെങ്കിൽ അക്യൂട്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ പറയുന്ന പണിഷ്മെന്റ് കുറച്ച് കൊടുക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയാം. ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ബേർഡൻ ഓഫ് പ്രൂഫ് അവിടെ ആർക്കാ വരിക? ജനറൽ എക്സെപ്ഷൻ നടന്നു, ജനറൽ എക്സെപ്ഷൻസിൽ പെടുന്ന കാര്യമാണ് ഇയാൾ ചെയ്ത ആക്ട് എന്ന് പ്രൂവ് ചെയ്യേണ്ടത് ആരാണ്? അത് അക്യൂസ്ഡ് സൈഡാണ്. പ്രോസിക്യൂഷൻ അല്ല ബേർഡൻ ഓഫ് പ്രൂഫ്. ഇതിന്റെ ജനറൽ എക്സെപ്ഷനിന്റെ ബേർഡൻ ഓഫ് പ്രൂഫ് അക്യൂസിന്റെ തലയിലാണ്, പ്രോസിക്യൂഷന്റെ കയ്യിലല്ല. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഞാനൊരു സ്ലൈഡ് കാണിക്കാമേ. സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നോ ഞാൻ ഷെയർ ചെയ്തപ്പം? ഓക്കെ ഓക്കെ. കാണുന്നില്ലെങ്കിൽ ഒന്ന് വോയിസ് ഓൺ ആക്കി പറയണേ. കാര്യം എനിക്കിത് ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തംസപ്പെടുന്നൊന്നും കാണില്ല. അപ്പൊ എന്താണ് ഇന്ത്യൻ പീനൽ കോഡ് ചാപ്റ്റർ 4 എന്ത് പറയാ? ജനറൽ എക്സെപ്ഷൻസ് പറയാ. സെക്ഷൻ 76 to 106. ഇനി എന്താണ് ആദ്യമേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങളാണ്. എന്താണ് ഇൻട്രൊഡക്ഷൻ? ചാപ്റ്റർ 1, 2, 3 ഇൻട്രൊഡക്ഷൻ ആണ്. പിന്നെ ജനറൽ എക്സെപ്ഷൻ ചാപ്റ്റർ 4. പിന്നെ എന്താണ് നമ്മുടെ പീനൽ പ്രൊവിഷൻസ് പറയുന്നത് ചാപ്റ്റർ 5 മുതൽ 23 വരെയാണ്. അതിനകത്താണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരാൻ പോകുന്നത്. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ സാധനമാണ് നമ്മുടെ ജനറൽ എക്സെപ്ഷൻസ്, ചാപ്റ്റർ 4, സെക്ഷൻ 76 to 106. ഓക്കെ, അതിനകത്ത് ഏതൊക്കെയാണ് ജനറൽ എക്സെപ്ഷൻസ് എന്നുള്ളതാണ്. ജനറൽ എക്സെപ്ഷൻസ് ഫസ്റ്റ് വൺ ഈസ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. അത് ഏതിനകത്തൊക്കെയാ പറയാ? 76 79 വരുന്ന കാര്യമാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. ആൻഡ് 77 and 78 ജുഡീഷ്യൽ ആക്ട്സ്, സെക്ഷൻ 80 ആക്സിഡന്റ്, 81 നെസസിറ്റി, 82 and 83 ഇൻഫൻസി, 84 ഇൻസാനിറ്റി, 85 and 86 ഡ്രങ്കൺനെസ്, 87 മുതൽ 91 വരെ കൺസെന്റ്, 92 ഗുഡ് ഫെയ്ത്തിലുള്ള ആക്ട്സ്, അതുപോലെ തന്നെ 93 കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്, ആൻഡ് 94 ട്രിഫിൾസ്, 94 ഡ്യൂറസ്, 95 ട്രിഫിൾസ്, ആൻഡ് 96 to 106 റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്. അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ട ഏതാണ്? 76 79 ഉള്ള മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ ആക്ടുകളെ ജസ്റ്റീഷ്യബിൾ എന്നും അതുപോലെ തന്നെ എക്സ്ക്യൂസബിൾ എന്നും പറയാറുണ്ട്. എക്സ്ക്യൂസബിൾ ആക്ട്സ് ആൻഡ് which is done by a person who is or who by reason of a mistake of fact and not by reason of a mistake of law in good faith believes himself to be bound by law to do it. അതായത് ഏതെങ്കിലും എന്തോ 76 വായിച്ചാണോ ബ്രേക്കായ മുമ്പ് പറഞ്ഞതാണോ?
അങ്ങനെ രണ്ട് കാറ്റഗറീസ് ഉണ്ട്, ജസ്റ്റീഷ്യബിളും ഉണ്ട് എക്സ്ക്യൂസബിളും ഉണ്ട്. 76 പറയുന്ന കാര്യങ്ങളാണ് എക്സ്ക്യൂസബിൾ ആയിട്ടുള്ള ആക്ടുകൾ. 79 ആക്ട് എന്ന് പറയുന്നത് ജസ്റ്റീഷ്യബിൾ ആക്ട് ആണ്. അത് എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ഓക്കെ ആണോ? തംസപ്പ്, ഓക്കെ ഓക്കെ. തംസപ്പ് കാണില്ല കേട്ടോ, ഞാൻ സ്ക്രീനിൽ മറ്റേ ഇട്ടിട്ടുള്ളതുകൊണ്ട്. ഓക്കെ, അപ്പം 76 പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ലോ ഒരു ഡ്യൂട്ടി കൊടുക്കുകയാണ്, ഇന്ന കാര്യം ചെയ്യൂ എന്നും പറഞ്ഞിട്ട് ലോ ഡ്യൂട്ടി കൊടുത്തേക്കുന്ന ഒരു വ്യക്തി ഒരു ആക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതെന്തല്ല, അതൊരു ഒഫൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇനി ലോ ഡ്യൂട്ടി കൊടുത്തേക്കുന്ന ആള് മിസ്റ്റേക്ക് ഓഫ് ഫാക്ടിന്റെ പുറത്താണ് ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ അതും എന്തല്ല, അത് ഒരു ഒഫൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അയാൾ അത് ചെയ്യുന്നത് ഗുഡ് ഫെയ്ത്തിലുമാണ്, മറ്റൊരാൾക്ക് ഒരു ഇല്ല ഇന്റൻഷൻ ഒന്നും ഉണ്ടായിട്ടല്ല ആൾ ആക്ട് ചെയ്യുന്നെങ്കിൽ സെക്ഷൻ 76 പ്രകാരം അയാൾ ചെയ്തത് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആണ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യും. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ട്, പേരുകൾ എല്ലാം എനിക്കാരെ അറിയില്ല, സിമിലർ പേരുള്ള ആരെങ്കിലും ഉണ്ടോ? ഇപ്പം എനിക്ക് പരിചയമുള്ളൊരു പേര്, പരിചയമുള്ളവരില്ല. ഓക്കെ, പോട്ടെ. ഇപ്പൊ അതുലിനെ അറസ്റ്റ് ചെയ്യാൻ, ഇപ്പൊ അഖിൽ എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യണം എന്നിരിക്കട്ടെ. അഖിൽ എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസിന് ഓർഡർ കിട്ടുന്നത്. പോലീസ് വന്നിട്ട്, നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഉള്ളത് അതുലായതുകൊണ്ട് ഞാൻ എക്സാമ്പിൾ എടുത്താട്ടോ. അപ്പൊ അഖിലിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് വരുന്ന സമയത്ത് അതുൽ എന്നുള്ള പേര് മിസ്റ്റേക്ക് ആയിട്ട് വിചാരിച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യാണ്. അവിടെ പോലീസ് എന്ന് പറയുന്ന ആൾ ആരാണ്? ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ അതോറിറ്റി ഉള്ള ഒരാളാണ് പോലീസ് ഓഫീസർ എന്ന് പറയുന്നത്. ഇപ്പൊ പുള്ളിയുടെ ഡ്യൂട്ടിയാണ് ചെയ്തത്. ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് പക്ഷെ പുള്ളിക്ക് എന്ത് പറ്റി? ഒരു മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് പറ്റി. പറഞ്ഞ ആളെ അല്ല പോയി അറസ്റ്റ് ചെയ്തത്. അപ്പൊ ആൾക്ക് എന്തുണ്ടായിരുന്നു? അവിടെ ആക്ട് ചെയ്യാൻ ഹി വാസ് ബൗണ്ട് ബൈ ലോ. അതുകൊണ്ട് തന്നെ എന്താണ് ആള് ചെയ്തത്? ഒഫൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതല്ല ആൾ ഇല്ല ഇന്റൻഷനോടെ ചെയ്തെങ്കിൽ ആൾ എന്ത് ചെയ്തെന്ന് പറയാം? റോങ്ഫുൾ കൺഫൈൻമെന്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതല്ല അയാൾക്ക് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റാ പറ്റിയെങ്കിൽ എന്താണ്? ഇറ്റ് ക്യാൻ ബി എക്സ്ക്യൂസ്ഡ് അണ്ടർ സെക്ഷൻ 76 ഓഫ് IPC. ഓക്കെ, അതുപോലെ തന്നെ ഇതെന്തായിരിക്കണം? ഇത് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആയിരിക്കണം. അതുപോലെ തന്നെ ചെയ്തത് ഗുഡ് ഫെയ്ത്തിലും അയാൾ ലോയില് ബൗണ്ട് ആയിരിക്കണം. ഇയാൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ലോയില് ബൗണ്ട് ആണെങ്കിൽ മാത്രമേ ഇയാൾക്ക് ഈ ഒരു എക്സെപ്ഷൻ കിട്ടുള്ളൂ. ഇത് പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു മാക്സിം ആണ്, താഴെ ഒരു പിങ്ക് കളർ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഗ്നോറൻഷ്യ ഫാക്ട് എക്സ്ക്യൂസ് ആക്ട് ആൻഡ് ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫാക്ടിന് വരുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എക്സ്ക്യൂസബിൾ ആണ്. പക്ഷെ ലോയിലാണ് മിസ്റ്റേക്ക് വരുന്നതെങ്കിൽ അത് എന്തല്ല, നമുക്കത് എക്സ്ക്യൂസബിൾ എന്ന് പറയാൻ പറ്റില്ല. ഇഗ്നോറൻഷ്യ ഫാക്ട് ഡോത്ത് എക്സ്ക്യൂസ് ആക്ട്, ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസ് ആക്ട് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇതിനകത്ത് അതുപോലെ തന്നെ ഈ 17 അല്ല, ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസ് ആക്ട് നിങ്ങൾ ടോട്ടലും പഠിച്ചിട്ടുണ്ടാവും. അത് പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു ഫേമസ് കേസാണ് ഒരു MH ജോർജിന്റെ കേസ്. കേസിന്റെ പേര് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് MH ജോർജിന്റെ കേസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഈ കേസ് പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതെ, ഗോൾഡ് സ്മഗ്ലിങ്ങിന്റെ കേസാണ്. അപ്പം IPCയിലും ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിലും ഉണ്ട്, ടോട്ടലൊക്കെ ഉള്ളൊരു കേസാണ്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇഗ്നോറൻഷ്യ നിങ്ങൾക്ക് ടോട്ടൽ അല്ല, നിങ്ങൾ ലീഗൽ ലാംഗ്വേജിലായിരിക്കും പഠിക്കുക. അതായത് ഈ പറഞ്ഞ മാക്സിം ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസ് ആക്ട് പഠിക്കുമ്പോഴാണ് നമ്മളിത് പഠിക്കാറ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യയിൽ ഒരു പുതിയ റൂള് കൊണ്ടുവന്നായിരുന്നു. അതായത് ഇത്ര എമൗണ്ട് ഓഫ് ഗോൾഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അത് നേരത്തെ ഇവിടുത്തെ അതോറിറ്റീസിനെ അറിയിക്കണം എന്ന് പറഞ്ഞൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മുടെ ആളെന്ന് പറയുന്നത് MH ജോർജ് എന്ന് പറയുന്ന ആള് സൂരജ് ടു മണിയിൽ ട്രാവൽ ചെയ്യായിരുന്നു. അപ്പോഴത്തേക്ക് ഇയാളുടെ കയ്യിൽ എത്രയോ കിലോ, 30 സംതിങ് കിലോ സ്വർണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ ഇയാള് നേരത്തെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഡിക്ലറേഷൻ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇന്ത്യയിലേക്ക് ഗോൾഡ് കൊണ്ടുവരാൻ പാടുള്ളൂ. ഇതൊന്നും അറിയാതെ പുള്ളിക്കാരൻ ഇന്ത്യയിലേക്ക് ഗോൾഡ് കൊണ്ടുവരികയാണ്. എന്നിട്ട് ആളെ ഇവിടെ വെച്ചിട്ട് എയർപോർട്ട് അതോറിറ്റി അറസ്റ്റ് ചെയ്യാണ്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇയാളെ ജയിലിൽ കൊണ്ടുപോയി, കോർട്ടിൽ കൊണ്ടുപോയ സമയത്ത് ഇയാൾ പറയുന്നത് എന്താണ്? എനിക്ക് ഇവിടുത്തെ നിയമം ഇങ്ങനെ മാറി എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. അപ്പൊ എനിക്ക് നിയമം അറിയില്ലായിരുന്നു എന്നുള്ളതാണ്, ഇഗ്നറൻസ് ഓഫ് ലോ ആണ് പുള്ളിക്കാരൻ പ്ലീഡ് ചെയ്തത്. ഇപ്പൊ നമ്മുടെ കോർട്ട് അൾട്ടിമേറ്റ്ലി നമ്മുടെ കോർട്ട് എന്ത് പറഞ്ഞു? സുപ്രീം കോർട്ട് പറഞ്ഞു ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് എക്സ്ക്യൂസബിൾ എന്ന് പറഞ്ഞിട്ട് ആളെ പണിഷ് ചെയ്ത കേസാണ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് MH ജോർജ് എന്ന് പറയുന്ന കേസ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടുത്ത് പറയേണ്ട സാധനം എന്ന് പറഞ്ഞാൽ സെക്ഷൻ 79 ആണ്. സെക്ഷൻ 79 എന്ന് പറയുമ്പോഴത്തേക്ക് നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഈസ് ഡൺ ബൈ എ പേഴ്സൺ ഹു ഈസ് ജസ്റ്റിഫൈഡ് ബൈ ലോ ഓൺ
who, by reason of a mistake of fact and not by reason of mistake of law in good faith, believe himself to be justified by law in doing it എന്ന് പറയുമ്പോഴത്തേക്കും ആള് ചെയ്യുന്ന ആക്ട് ലോ വഴി ബൗണ്ട് അല്ല, അയാൾക്ക് ലോ ഒരു അതോറിറ്റി ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഇയാൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ലോ പ്രകാരം ആളെ എക്സ്ക്യൂസ് വേണമെങ്കിൽ ആളെ ജസ്റ്റിഫൈ ചെയ്യാം എന്ന് പറയുന്ന ഒരു ആക്ട് ആണെന്നിരിക്കട്ടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മുടെ മുമ്പിൽ ഒരു കൊലപാതകം നടക്കുകയാണ്. നമുക്ക് നമ്മൾ കോമൺ മാൻ ആണ്, നമ്മൾക്ക് വേറെ ലോ ബൗണ്ട് ഒന്നും അല്ല. അതായത് നമ്മൾ ആളെ പോയി പ്രൊട്ടക്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആളെ അറസ്റ്റ് ചെയ്യണമെന്നോ പറഞ്ഞ് നമുക്ക് ലോ ബൗണ്ട് ഒന്നുമല്ല. പക്ഷെ നമ്മുടെ കൺമുമ്പിൽ ഒരു ക്രൈം നടന്നു, ആ പ്രതി ഓടിപ്പോകും നമുക്ക് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് വേണമെങ്കിൽ അയാളെ നമുക്ക് പെട്ടെന്ന് പിടിച്ച് പൂട്ടിയിടാം. അങ്ങനെ പൂട്ടിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂട്ടിയിട്ട് കഴിഞ്ഞു എന്നിരിക്കട്ടെ, ഒരാൾ ഓടിപ്പോകാൻ പോവാണ്, നമ്മൾ അയാളെ പിടിച്ച് പൂട്ടിയിട്ടു. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഇയാൾ ക്രൈം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആക്ട് എന്താണ്, ജസ്റ്റിഫയബിൾ ആണ്. അതായത് നമ്മൾ ചെയ്ത ആക്ട് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് വഴി നമ്മൾ ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ അവിടെ ആക്ട് ജസ്റ്റിഷ്യബിൾ ആണെന്ന് പറയാൻ പറ്റും. പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. ഇപ്പം വേണമെങ്കിൽ എക്സാമ്പിൾ പറയാനാണെങ്കിൽ 2020 സിനിമ എല്ലാവരും കണ്ടാണോ? ഞാൻ സ്ഥിരം പറയുന്ന എക്സാമ്പിളാ 2020. ഓക്കെ, 2020 ഇപ്പൊ അതിനകത്ത് മോഹൻലാലിന്റെ ക്യാരക്ടർ പറയുന്ന ഒരു സാധനം ഉണ്ട്. ഒരാളെ മറ്റേ ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടറിന് കുത്തുകൊള്ളുന്ന സമയത്ത് ആള് വഴിയിൽ കൂടെ പോവുമായിരുന്നു. ആ സമയത്ത് ഞാൻ കത്തി വലിച്ചൂരിയതാണെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ മോഹൻലാൽ പറയുന്നത്. മോഹൻലാൽ പറഞ്ഞ സത്യമായിരുന്നെങ്കിൽ മോഹൻലാൽ ചെയ്ത എന്താണ്, ഒരാളെ രക്ഷിക്കാൻ നോക്കിയതാണല്ലോ, രക്ഷിക്കാൻ നോക്കിയതാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ആളെ കണ്ടുകൊണ്ട് വരുന്ന സുരേഷ് ഗോപി പോലീസ് ഓഫീസർ അല്ല എന്നിരിക്കട്ടെ. അല്ല, ആദ്യം നമുക്ക് പോലീസ് ഓഫീസർ ആണെന്നിരിക്കാം. പോലീസ് ഓഫീസർ ആയിട്ടുള്ള സുരേഷ് ഗോപി ഇന്നസെന്റ് ആയിട്ടുള്ള മോഹൻലാൽ കത്തി വലിച്ചൂരുന്നത് കാണുന്നു, ഇയാൾ പോയി അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് സുരേഷ് ഗോപിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന സെക്ഷൻ 76 ആണ്. ഇനി ഇതേ സമയം സുരേഷ് ഗോപി പോലീസ് ഓഫീസർ അല്ല, ഇയാൾ ഒരു കോമൺ മാൻ ആണ്. ഇയാൾ നോക്കുമ്പോൾ മോഹൻലാൽ കത്തി ഊരിക്കൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ഇയാൾ പെട്ടെന്ന് മോഹൻലാലിനെ പിടിച്ച് പൂട്ടിയിട്ടു. അങ്ങനെയാണെങ്കിൽ ഇയാൾ കോമൺ മാൻ ആണെങ്കിൽ ഇയാൾ ഏതിനകത്താണ് വരുന്നത്, സെക്ഷൻ 79 ജസ്റ്റീഷ്യബിൾ ആക്ടിനകത്തായിരിക്കും ആള് വരുന്നത്. പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. അപ്പൊ അതാണ് സെക്ഷൻ 76ഉം 79ഉം. ഒരു ലോയിൽ ബൗണ്ട് ആയിട്ടുള്ള ഒരാളാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് വഴി ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ ഹി വിൽ ബി എക്സ്ക്യൂസ്ഡ് അണ്ടർ സെക്ഷൻ 76. അതേസമയം ലോ ബൗണ്ട് ഒന്നും അല്ലാത്ത മറ്റൊരാൾ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് വഴി എന്നാൽ അയാളെ ജസ്റ്റിഫിഷ്യബിൾ ചെയ്യാൻ പറ്റുന്ന ആക്ടുകൾ കമ്മിറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് ജസ്റ്റീഷ്യബിൾ ആക്ട്. അതാണ് സെക്ഷൻ 79 പറയുന്നത്. ദെൻ അതിനകത്ത് പിന്നെ എക്സാമ്പിൾ പറയാറുള്ളൊരു കേസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ഒറീസ വേഴ്സസ് രാം ബഹദൂർ എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട്. അതിനകത്ത് ആളുടെ ക്ലെയിം, ആള് കുറച്ച് ആദിവാസി മനുഷ്യരെ കൊല്ലുകയാണ് ഉണ്ടായത്. അപ്പം രാത്രി, അതായത് മിഡ് നൈറ്റിൽ എന്തോ ഡാൻസ് പോലെ എന്തോ കണ്ടിട്ട് ആള് ആദിവാസി ആളുകളെ കൊല്ലുകയാണ് ഉണ്ടായത്. അപ്പോഴത്തേക്ക് ഇയാൾ ക്ലെയിം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വിചാരിച്ചു രാത്രിയിൽ പ്രേതം ഡാൻസ് കളിക്കുന്നതാണെന്ന് വിചാരിച്ചിട്ടാണ് ആൾ ആക്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ ആള് ഒരു ഫിയർ ഓഫ് ഡെത്ത്, പിന്നെ അയാളുടെ ആ ഒരു മെന്റൽ ആ സമയത്ത് ഒരു ആക്ഷന്റെ പേരിലാണ് എന്ത് ചെയ്തത്, ഈ ഒരു കൊലപാതകം നടത്തിയത്. അതിനകത്ത് കോടതി എന്ത് പറഞ്ഞു, ആള് ഗുഡ് ഫെയ്ത്തിലാണ് ഈ ഒരു സാധനം ചെയ്തതെന്നുള്ളതുകൊണ്ട് ഹീ ഈസ് ജസ്റ്റിഫൈഡ് ബൈ ലോ എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞത്. പിന്നെ അടുത്ത് വരുന്നതാണ് നമ്മുടെ 77ഉം അതുപോലെ തന്നെ 78ഉം. അത് ഏതൊക്കെയാണ്? ജുഡീഷ്യൽ ആക്ടുകളാണ് 77ലും 78ലും വരുന്നത്. ഇപ്പൊ 77, 78 എന്ന് പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ജഡ്ജോ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ഓഫീസർ ചെയ്യുന്ന ഒരു പരിപാടിയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, ജുഡീഷ്യൽ ആക്ട് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ 78 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോർട്ട് ഓർഡറിന്റെ പ്രകാരമായിട്ടോ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ആക്ഷന്റെ ഇതായിട്ടും ചെയ്യുന്ന മറ്റൊരാളാണെങ്കിലും അയാൾ ഏതിനകത്ത് പ്രൊട്ടക്റ്റഡ് ആണ്, 78ൽ പ്രൊട്ടക്റ്റഡ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ജഡ്ജ് ഇസ് നോട്ട് ക്രിമിനലി ലയബിൾ ഫോർ ഹിസ് ആക്ട് അണ്ടർ സെക്ഷൻ 77. ഇപ്പം എന്താണ്, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കോടതി ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ശരിക്കും നമ്മൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അത് ഏത് ഒഫൻസിനകത്ത് വരും, മർഡർ അല്ലെങ്കിൽ കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുന്നതിനകത്താണ് ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് വരുന്നത്. പക്ഷേ ഒരു ജുഡീഷ്യൽ ഓഫീസർ എന്ന് പറയുന്നത് ഏതിനകത്ത് എക്സ്ക്യൂസബിൾ ആണ്, 77ല് എക്സ്ക്യൂസബിൾ ആണ്. ഇനി ഈ 77ല് ജുഡീഷ്യൽ ഓഫീസർ പറയുന്ന കാര്യം കേട്ടിട്ടാണ് ഒരു ആരാച്ചാരുടെ പണി എന്താണ്, ആരാച്ചാരാണ് ഈ ഡെത്ത് പെനാൽറ്റി നടപ്പിലാക്കുന്ന ആളല്ലേ. ആള് ഒരു കോമൺ മാൻ ആണ്, പക്ഷെ ജുഡീഷ്യൽ ആക്ട് പ്രകാരമാണ് ആൾ ഒരാളെ കൊല്ലുന്നെങ്കിൽ അയാളും ഇതിനകത്ത് പ്രൊട്ടക്റ്റഡ് ആണ്, 78 പ്രകാരം ആളും പ്രൊട്ടക്റ്റഡ് ആണ്. പറഞ്ഞത് മനസ്സിലായോ?
ഓക്കെ. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ സെക്ഷൻ 80 ആണ്. സെക്ഷൻ 80 ഈസ് ആക്സിഡന്റ്. ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് പ്രീവിയസ്ലി അപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രൂഡന്റ് മാൻ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിനാണ് നമ്മൾ എന്ത് പറയുക, ആക്സിഡന്റ് എന്നുള്ള രീതിയിൽ പറയുക. അതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലോഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്യുന്ന സമയത്ത് മിസ്ഫോർച്യൂൺ ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ആന്റിസിപ്പേറ്റ് ചെയ്യാതെ ഒരു സാധനം സംഭവിക്കുകയാണെങ്കിലാണ് നമ്മൾ സെക്ഷൻ 80യുടെ പ്രൊട്ടക്ഷൻ അവിടെ കിട്ടും എന്ന് പറയാൻ പറ്റുള്ളൂ. അവിടെ എസെൻഷ്യൽ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോപ്പർ കെയർ ആൻഡ് കോഷൻ അവിടെ എടുത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലോഫുൾ ആക്ട് ആയിരിക്കണം. ഈ ലോഫുൾ ആക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, ലോഫുൾ മാനറിലും ലോഫുൾ വേസിലും ആയിരിക്കണം ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇപ്പം അതുപോലെ തന്നെ എന്താ പറയാ, അതന്നെ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കണം. അതായത് ഒരു നമ്മളൊരു ഇപ്പൊ സപ്പോസ് നമ്മൾ റോഡിലോട്ട് വണ്ടി ഇറക്കുകയാണ്, വണ്ടി ഇറക്കിയിട്ട് നമ്മൾ മര്യാദയ്ക്ക് റോഡിന്റെ റെഗുലേഷൻസ് ഒക്കെ പാലിച്ചോടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മൾ പ്രോപ്പർ കെയർ ആൻഡ് കോഷൻ എടുത്തു എന്ന് പറയാം. അല്ലാതെ ഒരു 60 സ്പീഡ് ലിമിറ്റ് വെച്ചേക്കുന്ന ഒരു റോഡിൽ 100, 110, 150 സ്പീഡിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തെടുത്തില്ല, അവിടെ ആ ഒരു പ്രോപ്പർ കെയർ ആൻഡ് കോഷൻ ഒന്നും എടുത്തില്ല. ഇപ്പൊ പ്രോപ്പർ കെയർ ആൻഡ് കോഷൻ എടുത്തില്ല എന്ന് എടുക്കാതെ നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, ഇവിടെ നടന്നത് ഒരു ആക്സിഡന്റ് ആണ് എന്നുള്ള രീതിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കണം, നമുക്ക് പ്രോപ്പർ കെയർ ആൻഡ് കോഷനും എടുത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ക്രിമിനൽ ഇന്റൻഷനോ നോളജോ ഒന്നും ഉണ്ടാവാനും പാടില്ല. ഇതിനകത്ത് എക്സാമ്പിൾ പറയാറുള്ള ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കേസാണ്. അത് പൊതുവെ പ്രോബ്ലത്തിൽ ചോദിക്കുന്ന ഒരു കേസാണ്. കുറച്ച് പണ്ട് കാലത്ത് നടന്നൊരു കേസാണ്, ജഗേശ്വർ വേഴ്സസ് എംബറർ എന്ന് പറയുന്ന ഒരു കേസ്. ജഗേശ്വർ വേഴ്സസ് എംബറർ എന്ന് പറയുന്ന കേസിനകത്ത് ഒരു ഫൈറ്റ് നടക്കുകയാണ്, എയും ബിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളുടെ വൈഫ് കുഞ്ഞിനെയും കൊണ്ട് കയറി വരും. ഈ സമയത്ത് മറ്റേയാള് വൈഫിനെ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഇത് അടി കുഞ്ഞിന്റെ തലയിൽ കൊള്ളും, എന്നിട്ട് കുഞ്ഞ് മരിച്ചു പോകുന്ന ഒരു കേസാണ്. അപ്പൊ ഈ കേസിൽ ഈ ആള് ക്ലെയിം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്സിഡന്റ് ആയിരുന്നു, എനിക്ക് കുഞ്ഞിനെ അടിക്കണം എന്ന് യാതൊരു ഇന്റൻഷനും ഇല്ല, അത് ബൈ ആക്സിഡന്റ് നടന്നൊരു സാധനമാണെന്നാണ് ഇയാൾ ക്ലെയിം ചെയ്തത്. ഇപ്പൊ നമ്മുടെ കോടതി എന്ത് പറഞ്ഞു, ഇയാൾ ഒരു ലോഫുൾ ആക്ട് ചെയ്തുകൊണ്ടിരുന്നതല്ല, അവിടെ അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്, ലോഫുൾ ആക്ട് ചെയ്തതല്ല, ലോഫുൾ മീൻസിലല്ല ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതിന്റെ പ്രൊട്ടക്ഷൻ കിട്ടില്ല, സെക്ഷൻ 80യുടെ പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്ന് പറഞ്ഞ കേസാണ് ജഗേശ്വർ വേഴ്സസ് എംബറർ എന്ന് പറയുന്ന കേസ്. സ്ഥിരമായിട്ട് പ്രോബ്ലത്തിൽ കാണാറുള്ള ഒരു കേസാണ്. പിന്നെ അതുപോലെ തന്നെ എക്സാമ്പിൾ പൊതുവെ പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ കെയർ ആൻഡ് കോഷൻ ഒക്കെ എടുത്തിട്ടും വണ്ടിക്ക് എന്തെങ്കിലും ബ്രേക്കിന്റെ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് വണ്ടി ആക്സിഡന്റ് ആവുന്നെങ്കിൽ നമ്മൾ അതിനെ ആക്സിഡന്റ് വിളിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എന്താണ്, മരം മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് കോടാലി തെറിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ആക്സിഡന്റ് എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമ്മൾ ആക്സിഡന്റ് എന്ന് പറയാറുണ്ട്. പിന്നെ ഇനി അടുത്തത് ഏതാണ് നമ്മുടെ പിന്നെ ഇതിനകത്തൊരു എക്സാമ്പിൾ പറയുന്ന ഒരു സാധനം, സോറി അതായത് ഒരു എന്താ, അത് പൊതുവെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയാറുണ്ട്. അതായത് ഒരു കള്ളൻ മോഷ്ടിക്കാൻ നേരത്ത് അറിയുന്നില്ല ഒരാളുടെ പോക്കറ്റിൽ ഗണ്ണുണ്ടെന്ന് അറിയാണ്ട് കള്ളൻ മോഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം പൊട്ടിപ്പോയി, അങ്ങനെയാണെങ്കിൽ അത് ആക്സിഡന്റ് ആയിട്ട്, അതായത് ലോഡഡ് ആയിട്ടുള്ള ഒരു ഗൺ ആളുടെ പോക്കറ്റിലുണ്ട്, ഇത് അറിയാണ്ട് കള്ളൻ മോഷ്ടിച്ച സമയത്ത് പിസ്റ്റൾ പൊട്ടിയെന്നുണ്ടെങ്കിൽ അത് ആക്സിഡന്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആക്സിഡന്റിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്തായിരുന്നു, ലോഫുൾ മാനറിലായിരിക്കണം, ലോഫുൾ വേസ് ആയിരിക്കണം, ലോഫുൾ ആക്ട് ആയിരിക്കണം ചെയ്തെന്ന് പറഞ്ഞു. കള്ളം മോഷ്ടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ലോഫുൾ ആക്ട് അല്ലാണ്ടായി മാറി. പക്ഷെ ഈ കള്ളന് അറിയില്ല ഇയാളുടെ പോക്കറ്റിൽ ലോഡർ ഗൺ ഉണ്ടെന്നോ ഇത് പൊട്ടുന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ ചെയ്യാൻ പോയ പരിപാടി എന്താണ്, മോഷണാണ്. അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആക്സിഡന്റ് എന്നുള്ള ക്ലെയിം ഇയാൾക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ഇയാൾ ഏതിന് പണിഷബിൾ ആണ്, ഈ ഒരു അറ്റംപ്റ്റ് തെഫ്റ്റ് എന്നുള്ളതിന് മാത്രം അയാൾ പണിഷബിൾ ആണ്. മറ്റേ കാര്യം ആക്സിഡന്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും എന്നുള്ളതാണ്. പിന്നെ അടുത്തത് വരുന്നതാണ് നമ്മുടെ നെസസിറ്റി, സെക്ഷൻ 81. നേരത്തെ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ ഇച്ചിരി കൺഫ്യൂഷൻ ഒന്നും ആയില്ലല്ലോ അല്ലേ? ഓക്കെ. അടുത്ത നമ്മുടെ വരുന്ന സാധനമാണ് നെസസിറ്റി എന്ന് പറയുന്നത്. നെസസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും 2 ആക്ടുകൾ നമ്മൾ അപ്രിഹെൻഡ് ചെയ്യണം. ഒരു ഗ്രേറ്റർ ഹാം വരുന്ന ഒരു ആക്ടും ഉണ്ട്, ഒരു ലൈറ്റർ ഹാം ജീവനപായം വരുന്ന ഹാം വരെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരെണ്ണത്തിന് ലൈറ്റർ ഹാം ആയിട്ടും ഒരെണ്ണത്തിന് ഹെവിയർ
ഒരു ഗ്രേറ്റർ ഹാം ആയിട്ടും പറയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു ബസ് ഓടിച്ചുകൊണ്ട് പോകുക, അല്ലെങ്കിൽ ഒരു ലോറി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മുടെ രണ്ട് സൈഡും കൊക്കയുള്ള ഒരു റോഡിലൂടെ ഞാൻ ലോറി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു സ്കൂൾ ബസ് വരികയാണ്. ഒരു 8-10 കുട്ടികളുള്ള ഒരു സ്കൂൾ വാനും വരുന്നു. എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബൈസൈക്കിൾ ഒരു അപ്പാപ്പം വരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൈസൈക്കിൾ ഒരാളേ ഉള്ളൂ, ഇപ്പുറത്തെ സൈഡിൽ ഒരു 8-10 കുട്ടികളുള്ള ഒരു വാനുമാണ്. അപ്പൊ എനിക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് തിരിച്ചില്ലെങ്കിൽ എന്റെ വണ്ടി ഇപ്പം മറിയും എന്നുള്ളൊരവസ്ഥയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഏതാണ് ലൈറ്റർ ഹാം? ഏതായിരിക്കും ലൈറ്റർ ഹാം? കേൾക്കുന്നുണ്ടോ? ഏതായിരിക്കും ലൈറ്റർ ഹാം? ബാക്കിയുള്ളവർ ഉറങ്ങാണോ? ഓക്കെ. അതായത് ഞാനിപ്പോ ഒരു വണ്ടി കൊണ്ട് പോവുകയാണ്. ലെഫ്റ്റ് സൈഡിൽ ഒരു വാൻ ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു ബൈസിക്കിൾ ഉണ്ട്. ആരെ ഇടിക്കുന്നതായിരിക്കും ലൈറ്റർ ഹാം? ബൈസിക്കിൾ ഇടിക്കുന്ന, അല്ലെങ്കിൽ സ്കൂട്ടർ ഇടിക്കുന്നത് നമുക്ക് എന്ത് പറയാം? ഒരാളെ അവിടെ ആളപായം വരുന്നുള്ളൂ. മറ്റേ സൈഡിൽ 8-10 കുട്ടികളുടെ ജീവൻ പോകുന്നതാണോ, ഒരാളുടെ പോണയാണോ? ഒരാളുടെ പോകുമ്പോൾ അത് നമുക്ക് ലൈറ്റർ ഹാം ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ ഒരു ഗ്രേറ്റർ ഹാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റർ ഹാം കമ്മിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ നെസസിറ്റി എന്ന് പറയാറുള്ളത്. എന്താണ്? ഡോക്ടർ ഓഫ് നെസസിറ്റി ആൻഡ് ഡോക്ടർ ഓഫ് നെസസിറ്റി അണ്ടർ കമ്പൽഷൻ. ആൻഡ് കമ്പൽഷൻ എന്നല്ല ഇത്, ഞാൻ ഈ ഇട്ടേക്കുന്ന സൈഡൊന്നും ഞാൻ ഉണ്ടാക്കിയ സൈഡുകളല്ല, വേറെ സ്ക്രീൻഷോട്ട് എടുത്താണ് കേട്ടോ. അതുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമർ മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ ഒന്ന് വിചാരിക്കരുത്. അപ്പൊ അതിനകത്ത് ഇതാണ് അത് ചെയ്യുന്നത്. പക്ഷെ എങ്ങനെ ആയിരിക്കണം? അണ്ടർ ഗുഡ് ഫെയ്ത്ത് ആയിരിക്കണം. അതേപോലെ തന്നെ വിത്തൗട്ട് എനി ക്രിമിനൽ ഇന്റൻഷൻ ആയിരിക്കണം. അതുപോലെ തന്നെ കോസ് ചെയ്യുന്നത് സ്മോളർ ഹാം ആയിരിക്കണം. 2 ഹാം ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ ഏതിനാണോ ഗ്രാവിറ്റി കുറഞ്ഞത് ആ ഹാം ആയിരിക്കണം കമ്മിറ്റ് ചെയ്യുന്നത്. കുഞ്ഞ് ഹാം കമ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏത് എടുക്കാൻ പറ്റുള്ളൂ? ഈ ഒരു ഗ്രൗണ്ട് ഓഫ് നെസസിറ്റി അല്ലെ ജനറൽ എക്സെപ്ഷൻ ഓഫ് നെസസിറ്റി എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഹാം കോസ് ചെയ്യുന്നത് ഒരാളുടെ പേഴ്സണോ പ്രോപ്പർട്ടിക്കോ എന്തിനു വേണമെങ്കിലും ആവാം. ഈ മാക്സിം പറയുന്ന നെസസിറ്റാസ് നോൺ ഹാബിറ്റ് ലീഗം എന്ന് പറയുന്ന മാക്സിം ആണ്. സോ എന്താണ്? ടു ഇൻഫ്ലിക്ഷൻ ഓഫ് എ ലെസർ ഈവിൽ ഇൻ ഓർഡർ ടു പ്രിവെന്റ് എ ഗ്രേറ്റർ ഈവിൽ എന്നുള്ളതാണ്. ഇതിനകത്ത് കുറെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തീ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ നോർമൽ കേസില് ഇപ്പൊ ഞാൻ പോയിട്ട് വേറൊരാളുടെ വീട് ഇടിച്ചിട്ട് കഴിഞ്ഞാൽ അതെന്താണ്? മിസ്റ്റീഫ് എന്ന് പറയുന്ന സാധനത്തിൽ വരും. പക്ഷെ ഒരു തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അടുപ്പിച്ചടുപ്പിച്ചുള്ള വീടുകൾ തീ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനകത്ത് കൂട്ടത്തിൽ ഒരു വീട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള വീടുകൾക്ക് തീ പിടിക്കാതിരിക്കും എന്നുണ്ടെങ്കിൽ ഒരു വീട് എന്ത് ചെയ്യാം? പൊളിച്ചിടാം. അത് ഇതിനകത്ത് നമുക്ക് പെടുത്താം. ഈ പറയുന്ന ഗ്രേറ്റർ ഹാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കമ്മിറ്റ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ വേറെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഗ്രേറ്റർ, ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂട്ടറിന്റെ എക്സാമ്പിൾ ഒക്കെ എഴുതിയാലും മതി. ഇനി നമ്മൾ ഇതിനകത്ത് പറയുന്ന മെയിൻ ആയിട്ടുള്ളൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കേസ് ഉണ്ട്. ഏതാണ്? ആർ വേഴ്സസ് ഡഡ്ലി ആൻഡ് സ്റ്റീഫൻസ്. ആർ വേഴ്സസ് ഡഡ്ലി ആൻഡ് സ്റ്റീഫൻസ് എന്ന് പറയുന്ന ഒരു കേസാണ്. കേട്ടുണ്ടോ കേസ്? അപ്പൊ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ബോട്ടിൽ 3 ആളുകൾ ട്രാവൽ ചെയ്യുന്നു. ഡഡ്ലി, സ്റ്റീഫൻസും പിന്നെ ഒരു കുട്ടിയും കൂടെ, ഒരു 20 വയസ്സോ 18 വയസ്സും കണ്ടുള്ള ഒരു കുട്ടിയാണ്. 18ആണോ നോക്കട്ടെ, ഒരു മിനിറ്റ്. ബോയുടെ ഏജ് അറിയില്ല, എന്തായാലും 20 വയസ്സുണ്ടോ. എന്തായാലും ഒരു ചെറിയ പയ്യനും കൂടെ ട്രാവൽ ചെയ്യാണ്. അപ്പൊ ഡഡ്ലി സ്റ്റീഫൻസും ഈ പയ്യനും കൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇവർ ഏകദേശം 20 ദിവസത്തോളം ഒരു ബോട്ടിനകത്ത് പെട്ടുപോകും. എന്നിട്ട് ഇവര് നടുക്കടലിലായി പോവാണ്. അവർക്ക് കുറെ ദിവസമായിട്ട് ഫുഡും വാട്ടറും ഒക്കെ, അവർ കൊണ്ടുപോയ ഫുഡും വാട്ടറും ഒക്കെ തീർന്നു. ഇനി ഇവർക്ക് ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഡഡ്ലി സ്റ്റീഫനും കൂടെ എന്ത് ചെയ്യും? ഈ കുട്ടീനെ കൊന്നിട്ട് കുട്ടിയുടെ ഫ്ലഷും മീറ്റും ഒക്കെ യൂസ് ചെയ്ത് അവര് സർവൈവ് ചെയ്യും. 4 ദിവസത്തേക്ക് അവർ സർവൈവ് ചെയ്യും. പിന്നീട് അവർ രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെട്ട് ഇവർ കര വരുമ്പോഴത്തേക്ക് ഇവരെ കോടതിയുടെ ഫ്രണ്ടിൽ ഹാജരാക്കും. അപ്പൊ കോടതിയോട് ഇവർ പറയുന്നത് എന്താണ്? ഇവിടെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഏതാണ്? നെസസിറ്റി കൊണ്ടാണ് ഞങ്ങൾ ഇയാളെ കൊന്നത്, സർവൈവൽ ആയിരുന്നു. ഗ്രേറ്റർ ഹാം, 2 പേര് മരിക്കുന്നതിനെ കാട്ടി ഒരാൾ മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവരെന്ത് ചെയ്തത്? ഇയാളെ കൊന്നതെന്നുള്ളതാണ് അവരെടുക്കുന്ന ഡിഫൻസ്. അപ്പൊ കോടതി എന്ത് പറയും? അങ്ങനെ സെൽഫ് പ്രിസർവേഷന് വേണ്ടിയിട്ട് മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ ഏത് ഡിഫൻസ് എടുക്കാൻ പറ്റില്ല? ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആർ വേഴ്സസ് ഡഡ്ലി ആൻഡ് സ്റ്റീഫൻസിൽ പറഞ്ഞത്. അപ്പം ഇതിനകത്ത് ഡഡ്ലി ആൻഡ് സ്റ്റീഫൻസിനകത്ത് പറഞ്ഞ കാര്യം കൂടെ ചേർത്തിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? ഡിഫൻസ് ഓഫ് നെസസിറ്റി എടുക്കണമെങ്കിൽ അവോയ്ഡ് ചെയ്യുന്ന ഹാം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഗ്രേറ്റർ ഹാം ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഹാം അവോയ്ഡ് ചെയ്യാൻ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഈ സ്ലൈറ്റർ ഹാം കോസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സെൽഫ് പ്രിസർവേഷന് വേണ്ടിയിട്ടും എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറയുന്ന
നെസസിറ്റിയുടെ ഗ്രൗണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് ഏതാണ്? നെസസിറ്റി കഴിഞ്ഞു. പിന്നെ അടുത്തത് ഏതാണ്? നമ്മുടെ ഇൻഫൻസി. സെക്ഷൻ 82 ആൻഡ് 83 പറയുന്ന കാര്യങ്ങളാണ് ഇൻഫൻസി, അല്ലെങ്കിൽ എന്താണ് ശൈശവം എന്നൊക്കെ പറയുമല്ലോ അല്ലെ, കുട്ടിക്കാലം അല്ലെ. കുട്ടിയാണെങ്കിൽ എന്തൊക്കെ കുട്ടിക്ക് ലയബിലിറ്റി ഉണ്ട്, എന്തൊക്കെ ലയബിലിറ്റി വരില്ല എന്നുള്ളതാണ്. അപ്പം അതിനെ നമുക്ക് നേരത്തെ ഞാനൊരു പടം ഇട്ടിരുന്നു, ഡോളി ഇൻകപ്പാക്സ് എന്നുള്ള വാക്കൊക്കെ നമ്മളിവിടെ പറയും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് ആ വാക്കെന്നുള്ളത്. എനിവേ നമുക്ക് ഈ ഇൻഫൻസിയുടെ ഗ്രൗണ്ട് പറയണമെങ്കിൽ നമുക്ക് ഇതിനെ ഒരു മൂന്നായിട്ട് തിരിക്കാം. ഒരാളുടെ ഏജ് കാറ്റഗറീനെ നമുക്ക് നാലായിട്ട് തിരിക്കാം. ഒരാള് 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ എന്തെങ്കിലും ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക്, ഇപ്പൊ നമുക്കറിയാം 7 വയസ്സ് താഴെയുള്ള ഒരു കൊച്ചിനോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിന് വല്ല ബോധമുണ്ടോ, അതിന് തോന്നുന്ന ഉത്തരം പറയില്ലേ. അപ്പൊ ആ ഒരു 7 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിക്ക് ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അത് ക്രൈം ആണെന്നോ അല്ലെങ്കിൽ തന്റെ മുമ്പിൽ നടക്കുന്ന ആക്ടിന്റെ നേച്ചർ എന്താണെന്നൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഇല്ലാത്ത ഒരാളായിട്ടാണ് 7 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിയെ നമ്മൾ പറയാറ്. അപ്പം 7 വയസ്സ് താഴെയുള്ള ഒരു കുട്ടി ഈസ് പ്യുവർലി ഇൻകാപ്പബിൾ ഓഫ് കമ്മിറ്റിംഗ് എ ക്രൈം. അപ്പം പ്യുവർലി ഇൻകാപ്പബിൾ ഓഫ് കമ്മിറ്റിംഗ് എ ക്രൈം എന്നുള്ള ആ ഒരു സാധനത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡോളി ഇൻകപ്പാക്സ് എന്നുള്ള വാക്കുകൊണ്ട് പറയാം. അപ്പൊ എന്താണ്? 7 വയസ്സിലുള്ള ഒരു കുട്ടി എന്താണ്? ഡോളി ഇൻകപ്പാക്സ് ആണ്. അപ്പൊ 7 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്രൈം കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് 4 ഇതായിട്ട് ആളുകളെ തിരിക്കാന്ന്. ഒന്നെന്ന് പറഞ്ഞാൽ 7 വയസ്സിൽ താഴെ, 2 7-നും 12 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു കാറ്റഗറി, പിന്നെ 12-നും 18-നും ഇടയ്ക്കുള്ള ഒരു കാറ്റഗറി, പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ 18+ എന്ന് പറയുന്ന ഒരു കാറ്റഗറി. അപ്പൊ 4 ഒന്ന് 7 താഴെ, ഒന്ന് 7-നും 12-നും ഇടയ്ക്ക്, ഒന്ന് 12-നും 18-നും ഇടയ്ക്ക്, മറ്റൊന്ന് 18+ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 7 താഴെയുള്ള ആളുകൾ കംപ്ലീറ്റ്ലി എന്താണ്? ഡോളി ഇൻകപ്പാക്സ് ആണ്. ഇനി ഇതിനകത്ത് 7 to 12 അവിടെ നിൽക്കട്ടെ. പിന്നെ ഇനി 12+ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ ഡോളി കപ്പാക്സ് ആണ്. ഡോളി കപ്പാക്സ് എന്ന് പറയുമ്പോൾ കാപ്പബിൾ ഓഫ് കമ്മിറ്റിംഗ് എ ക്രൈം. അപ്പൊ ഡോളി ഇൻകപ്പാക്സ് നോട്ട് കാപ്പബിൾ ഓഫ് കമ്മിറ്റിംഗ് എ ക്രൈമും, ഡോളി കപ്പാക്സ് എന്ന് പറയുന്നത് കാപ്പബിൾ ഓഫ് കമ്മിറ്റിംഗ് എ ക്രൈമുമാണ്. അപ്പൊ എന്താണ്? 12 വയസ്സിന് മുകളിലുള്ള ആളുകൾ എന്ത് ആക്ട് ചെയ്താലും അത് എന്ത് തന്നെയാണ്? ജനറൽ എക്സെപ്ഷനിൽ പെടാത്ത കാര്യങ്ങളാണ്. ഇൻഫൻസി ഒഴിച്ച് ബാക്കിയുള്ള ജനറൽ എക്സെപ്ഷനിൽ പെടാത്ത കാര്യങ്ങളാണെങ്കിൽ അവർ പ്യുവർലി എന്താണെന്ന് നമുക്ക് പറയാം? ഡോളി കപ്പാക്സ് എന്ന് പറയാം. ഇനി നമ്മൾ അടുത്ത ചർച്ച ചെയ്യാൻ പോണ കാര്യം ഏതാണ്? 7-നും 12-നും ഇടയ്ക്കുള്ള ആളുകളെ നമുക്ക് ഇൻഫന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണോ, അഡൾട്ട് ആയിട്ട് കൺസിഡർ ചെയ്യണോ, ഡോളി കപ്പാക്സ് ആണോ, ഡോളി ഇൻകപ്പാക്സ് ആണോ എന്നുള്ളൊരു സാധനമാണ് നമ്മൾ നോക്കാൻ പോണേ. അപ്പം സെക്ഷൻ 82 എന്താ പറയുന്നത്? ഒരു ചൈൽഡ് ഓഫ് 7 years ഓർ ബിലോ ആണെന്നുണ്ടെങ്കിൽ ആള് ചെയ്യുന്ന ക്രൈം എന്ന് പറയുന്നത് പ്യുവർലി എന്താണ്? എക്സെപ്റ്റഡ് അണ്ടർ സെക്ഷൻ 82 എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി 83 എന്താ പറയാ? ആള് 7 yearsനും 12-നും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ആളുടെ മെന്റൽ മെച്യൂരിറ്റി അസസ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് പറയാൻ പറ്റുള്ളൂ? ആള് ചെയ്തത് ക്രൈം ആണോ അല്ലയോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യണമെങ്കിൽ ആളുടെ മെന്റൽ മെച്യൂരിറ്റി അസസ് ചെയ്യണം എന്നുള്ളതാണ് സെക്ഷൻ 83 പറയുന്നത്. സോ സെക്ഷൻ 82 and 83 is the defense of insanity and a child is not criminally liable for the act if he is below 7 years of age and 7 yearsനും 12 yearsനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ it depends upon the മെന്റൽ മെച്യൂരിറ്റി. മെന്റൽ മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ ആൾ എന്താണ്? ക്രിമിനലി ലയബിൾ ആയിരിക്കും. മെന്റൽ മെച്യൂരിറ്റി ഇല്ലെങ്കിൽ that child will not be liable for എന്താണ്? that act of that criminal act എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഡോളി ഇൻകപ്പാക്സും ഡോളി കപ്പാക്സും. 82-ല് അബ്സല്യൂട്ട് ഇമ്മ്യൂണിറ്റി പറയുന്നുണ്ട്, പക്ഷെ 83-ൽ അബ്സല്യൂട്ട് ഇമ്മ്യൂണിറ്റി അല്ല. അവിടെ ഒരു ഡിസ്ക്രിഷണറി എലമെന്റ് ഉണ്ട്. എന്താണ്? ജഡ്ജ് അസസ് ചെയ്യും ആ കുട്ടിക്ക് ആ പറയുന്ന ആക്ടുകൾ നടക്കുന്നത് എന്താണെന്ന് അറിയാനുള്ള ബോധം ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ആളുടെ ഡിസ്ക്രിഷനാണ്. കോടതി പല ടെസ്റ്റുകൾ, ഇപ്പൊ വോയർ ഡയർ ടെസ്റ്റ് ഒക്കെ പോലുള്ള ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ കുട്ടിക്ക് മെന്റൽ മെച്യൂരിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം കോടതി അസസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക? ആൾ ഇൻഫന്റ് ആണോ അല്ലെന്നുള്ള കാര്യം അസസ് ചെയ്യാൻ പോണത്. ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ അവിടെ? ഓക്കെ, അടുത്ത ഡോളി ഇൻകപ്പാക്സ് നമ്മൾ പറഞ്ഞു. വോയർ ഡയർ ടെസ്റ്റ്. വോയർ ഡയർ ടെസ്റ്റ് ഇവിടെ വേണമെങ്കിൽ എഴുതാം. വോയർ ഡയർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു വിറ്റ്നസിന്റെ കോമ്പിറ്റൻസി എന്താണ് എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു ടെസ്റ്റാണ് വോയർ ഡയർ ടെസ്റ്റ്. അപ്പോൾ പ്രൊസീജിയർ യൂസ്ഡ് ബൈ ദ കോർട്ട് ടു അസസ് ദി കോമ്പിറ്റൻസ് ഓഫ് എ വിറ്റ്നസ് ഇൻക്ലൂഡിംഗ് ചൈൽഡ് വിറ്റ്നസ്.
അടുത്തതാണ് സോറി, അടുത്തല്ല, ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയേണ്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞു 7 to 12 എന്ന് പറയുന്ന കുട്ടിയുടെ മെന്റൽ മെച്യൂരിറ്റി അസസ് ചെയ്തിട്ട് അതിന് 83യുടെ എന്താണ് 83യുടെ ജനറൽ എക്സെപ്ഷൻ കൊടുക്കണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കും. ഇനി 12 വയസ്സ് മുകളിലുള്ള കുട്ടികൾ, 12 വയസ്സ് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ അവരെന്താണ് ക്രിമിനലി ലയബിൾ ആണ്. ഇത് പറയുമ്പോൾ ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ജനറൽ എക്സെപ്ഷന്റെ കൂടെ എഴുതണമെങ്കിൽ പോലും ഞാൻ പറയാണ് 12 to 18 ഏജ് വരെയുള്ള കുട്ടികളെ നമ്മൾ എന്ത് ആക്ട് വെച്ചല്ല പണിഷ് ചെയ്യുന്നത്, IPC വെച്ചിട്ടല്ല പണിഷ് ചെയ്യുന്നത്. പകരം ഏത് ആക്ട് ആണ് അവിടെ യൂസ് ചെയ്യുക? ഏത് ആക്ട് ആണ്? കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ? ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 2015. ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 2015 18 വയസ്സിൽ താഴെയുള്ള ഒരാള് ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ ഏത് ശിക്ഷ കൊടുക്കണം, ഏത് പ്രൊസീജിയർ കൊടുക്കണം, ഒരു കോടതിയും അല്ലെങ്കിൽ അവിടുത്തെ അഡ്വക്കേറ്റ്സും ജുഡീഷ്യൽ ഓഫീസറും ഒക്കെ ഫോളോ ചെയ്യേണ്ട സർട്ടൺ പ്രൊസീജിയേഴ്സും അവര് ഇടേണ്ട യൂണിഫോം പോലും പറഞ്ഞേക്കുന്ന ഏതിനകത്താണ്? ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 2015 എന്ത് പറയുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ കുട്ടികളെ എന്താണ് ചൈൽഡ് ക്രിമിനൽസ് എന്നൊന്നും വിളിക്കാൻ പാടില്ല, ഡെലിങ്ക്വൻസ് എന്നൊന്നും വിളിക്കാൻ പാടില്ല. എന്താണ് ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ, അല്ലെങ്കിൽ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞ് പല പല സെക്ഷനൊക്കെ ആയിട്ടാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ അഡോപ്ഷൻ പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് പറയുന്നുണ്ട്, നമ്മളെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ 12 മുതൽ 18 വരെയുള്ള കുട്ടികൾ ചെയ്യുന്ന ക്രൈം ഒക്കെ ഏതിനകത്താ വരിക? ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 2015 വരുന്നത്. എന്റെ കൂട്ടത്തിൽ അസോസിയേറ്റ് ചെയ്ത് പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്കറിയാം 2012 നടന്നൊരു ഹീനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയെ ഞെട്ടിച്ചൊരു കേസാണ് ഇത്, നിർഭയ കേസ് എന്ന് പറയുന്നത്. അവിടെ ഒരു ഗ്യാങ് റേപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ഡൽഹി ഗ്യാങ് റേപ്പ് അല്ലെങ്കിൽ നിർഭയ കേസ് നമ്മൾ പറയാനുണ്ടല്ലേ. അപ്പൊ ഈ ഒരു 2012 ആ ഒരു ഗ്യാങ് റേപ്പിനകത്ത് 16 വയസ്സ് താഴെയുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പം നിർഭയ കൊടുത്ത മരണമൊഴിക്കകത്തുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത ആളെന്ന് പറയുന്നത് ഇയാളാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. 16 അല്ല, 16+ ആയിട്ടുള്ള ഒരു പയ്യൻ. അപ്പം അന്നത്തെ നിയമം അനുസരിച്ച് എന്താണ് 18 വയസ്സ് വരെ ഉള്ള ആള് എന്ത് ഒഫൻസ് ചെയ്താലും അയാളെ ഏതിനകത്തേ നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റുള്ളൂ? JJ ആക്ട് പ്രകാരം പണിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ JJ ആക്ടിനകത്ത് പറഞ്ഞേക്കുന്ന മാക്സിമം പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 വർഷം വരെ പണിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇയാൾക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരെയും തൂക്കിക്കൊന്നപ്പം ഇയാൾക്ക് 3 വർഷം പണിഷ്മെന്റ് ഇട്ടിട്ട് ഇയാൾ കൂളായിട്ട് ഇറങ്ങിപ്പോയി. അപ്പോഴാണ് പിന്നീട് 2013 ഒരു അമെന്റ്മെന്റ് വന്നത്. ഇങ്ങനെ ഹീനിയസ് ക്രൈമുകൾ, റേപ്പ് പോലുള്ളതോ അല്ലെങ്കിൽ എന്താണ് വലിയ വലിയ മർഡർ പോലുള്ള കേസുകളൊക്കെ ചെയ്യുന്ന ക്രിമിനൽസ് അവരെ കുട്ടികളായിട്ടല്ല കൺസിഡർ ചെയ്യേണ്ടത്. 16 വയസ്സിൽ+ ആയിട്ടുള്ള ആളുകളാണ് അവര് ഇതുപോലുള്ള ഹീനിയസ് ക്രൈംസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 16+ ആയിട്ടുള്ള 18ലും 16നും ഇടയ്ക്കുള്ള ആളുകളെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? അഡൽട്ട് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അവരെ IPC പ്രകാരവും CRPCയും അതുപോലെ തന്നെ എവിഡൻസ് ആക്ടും ഒക്കെ പ്രകാരം അവരെ എന്ത് ചെയ്യുക? അവരെ നോർമലി ഒരു അഡൽട്ടിനെ എങ്ങനെയാണോ കോടതിയിൽ ട്രീറ്റ് ചെയ്യുക അതേപോലെ തന്നെ അവരെ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2013 അമെന്റ്മെന്റ് പ്രകാരം. അതാണ് ജുവനൈൽ ജസ്റ്റിസ്. പിന്നെ 2015 വന്നപ്പോഴത്തേക്ക് ആ സെക്ഷനൊക്കെ എല്ലാം കൂട്ടിയിട്ട് തന്നെയാണ് അതിനകത്ത് വന്നത്. സോ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനകത്ത് അമെന്റഡ് ടു ഇനേബിൾ ദ ട്രയൽ ഓഫ് അക്യൂസ്ഡ് ഏജ് 16 to 18. അവരുടെ ട്രയൽ എങ്ങനെയാണ് നടത്താം? അഡൽട്ട് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഇഫ് എ ക്രൈം വാസ് ഹീനിയസ് ഇൻ നേച്ചർ ദ ട്രയൽ വാസ് ടു ബി ആസ് ആൻ അഡൽട്ട് എന്നുള്ള കാര്യമാണ്. സോ 16 വയസ്സ്+ ആയിട്ടുള്ള ഒരാളാണ് ഇതുപോലെ ഹീനിയസ് ക്രൈം ആണെങ്കിൽ ആൾക്ക് 3 വർഷത്തിൽ താഴെയല്ല ശിക്ഷ. അയാൾക്ക് എങ്ങനെ തന്നെയാണ് അഡൽട്ടിന് എന്ത് ശിക്ഷ കിട്ടോ അത് തന്നെ അയാൾക്കും കൊടുക്കാന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ഈസ് ഇൻസാനിറ്റി ഓർ മെന്റൽ അബ്നോർമാലിറ്റി. നമുക്കറിയാം പല ടൈപ്പ് ഓഫ് ഇൻസാനിറ്റി ഉണ്ട്. അതിൽ ബേസിക്കലി നമുക്ക് നോക്കേണ്ട 2 ടൈപ്പാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ലീഗൽ ഇൻസാനിറ്റി, മറ്റൊന്ന് മെഡിക്കൽ ഇൻസാനിറ്റി. ഇപ്പൊ മെഡിക്കൽ ഡോക്ടേഴ്സ് പറയുന്ന സമയത്ത് പല ടൈപ്പ് ഓഫ് ഇൻസാനിറ്റി പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ലോയില് ജനറൽ എക്സെപ്ഷൻ ആയിട്ട് ഏതിനെ പറയുന്നുള്ളൂ? ലീഗൽ ഇൻസാനിറ്റിനെ മാത്രമേ നമ്മൾ ഒരു ഇൻസാനിറ്റി എന്നുള്ള രീതിയിൽ, അതായത് ഒരാളുടെ മനോനില തകരാറിലാണെങ്കിൽ ലീഗലി ഇത് കൺസിഡർ ചെയ്യുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നോ ആ ക്രൈമിന്റെ നേച്ചർ എന്താണെന്നോ അല്ലെ ആക്ടിന്റെ നേച്ചർ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണെങ്കിൽ മാത്രമേ ആള് ലീഗലി ഇൻസൈൻ ആണെന്ന് നമ്മൾ പറയാറുള്ളൂ. അതിന്റെ പ്രൊട്ടക്ഷൻ പറയുന്നത് ഏതിലാണ്? സെക്ഷൻ 84 ഇൻസാനിറ്റി അല്ലെങ്കിൽ മെന്റൽ അബ്നോർമാലിറ്റിയെ പറ്റി പറയുന്നത്. ഈ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആൾ എന്തായിരിക്കണം? ഹി ഷുഡ് ബി ഓഫ് അൺസൗണ്ട് മൈൻഡ് അല്ലെങ്കിൽ ഹീസ് അൺഅവെയർ ഓഫ് ദി ആക്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഹീസ് ഇൻകാപ്പബിൾ ഓഫ് നോയിങ് ദി നേച്ചർ ഓഫ് ദി ആക്ട്. അയാൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യമോ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്നത് ഒരു ലോയുടെ വയലേഷൻ ആണോന്നോ ഒന്നും അറിയാത്ത ഒരു രീതി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്തെന്ന് പറയും? അയാൾ ലീഗലി ഇൻസൈൻ ആണെന്ന് പറയാറുണ്ട്. അതിനകത്തൊരു ഫേമസ് കേസ് ഉണ്ട്. ഏത് കേസാണെന്നറിയോ? മക്നോട്ടൻസ് കേസാണ്.
ആ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ ഇന്ത്യയിൽ ഏത് റൂളാണ് അപ്ലൈ ചെയ്യുന്നത്? മക്നോട്ടൻസ് റൂള് അപ്ലൈ ചെയ്ത ആൾ ലീഗലി ഇൻസെയിൻ ആണോ എന്നറിഞ്ഞിട്ട് മാത്രമേ ആളെ എന്ത് ചെയ്യുള്ളൂ, പണിഷ് ചെയ്യണോ, എക്സംഷൻ കൊടുക്കണോ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കാറുള്ളൂ. ഇതിൽ തന്നെ പല കൈൻഡ് ഓഫ് ഇൻസാനിറ്റി നമ്മൾ പറയുന്നത്, ഇഡിയോട്ടിക് ഉണ്ട്, ലുനാറ്റിക് ഉണ്ട്, നോൺ കോമ്പസ് മെന്റിസ്, ഡിസീസ് ഓഫ് മൈൻഡ്, അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഇഡിയോട്ട് ലുനാറ്റിക് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് പ്രശ്നമുള്ള കുട്ടികളുണ്ടല്ലേ, അതായത് അവർക്ക് എന്താണ് മെന്റലി മീൻസ് ബുദ്ധിക്ക് കുറച്ച് വികാസം കുറവുള്ള ആളുകൾ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഏത് കേസ് ആണെങ്കിലും ലീഗലി ഇൻസൈൻ ആണെന്നുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ, ഈ പറഞ്ഞ ഇൻസാനിറ്റിയുടെ പ്രൊട്ടക്ഷൻ 84 പ്രകാരം കിട്ടണമെങ്കിൽ ലീഗലി ഇൻസൈൻ ആയിരിക്കണം. സോ മക്നോട്ടൻസ് റൂൾ നമ്മൾ പറഞ്ഞു. മക്നോട്ടൻസ് റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഡാനിയൽ മക്നോട്ടൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ആളുടെ ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്യൂഷൻ അല്ല, നമ്മൾ എന്താ പറയാ, ഡില്യൂഷനോ. അപ്പൊ ഇയാളുടെ ചിന്തയില് ഇയാൾ വിചാരിക്കുന്നത് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ സർ റോബർട്ട് പീൽ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡാനിയൽ മക്നോട്ടൻ. അപ്പം മക്നോട്ടൻ വിചാരിക്കുകയാണ് പ്രൈം മിനിസ്റ്റർ എന്നെ കൊല്ലാൻ വരും, അതിന് മുമ്പ് എനിക്ക് പ്രൈം മിനിസ്റ്ററെ കൊല്ലണം എന്നും പറഞ്ഞിട്ട് ഇയാള് പ്രൈം മിനിസ്റ്ററെ കൊല്ലാൻ പോവുകയും പ്രൈം മിനിസ്റ്റർ ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇയാൾ പോയിട്ട് പ്രൈം മിനിസ്റ്ററിന്റെ സെക്രട്ടറിനെ കൊല്ലുകയും ചെയ്യും. എന്നിട്ട് ഇയാൾ പോയിട്ട് പറയും, ഞാൻ പ്രൈം മിനിസ്റ്റർ ആണെന്ന് പറഞ്ഞാണ് കൊന്നത്, എനിക്ക് മറ്റേ ആളല്ല ഞാൻ കൊല്ലാൻ ഉദ്ദേശിച്ചെന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് എന്താണ്, ഡാനിയൽ മക്നോട്ടൻ ഷോട്ട് ആൻഡ് കിൽ ദി പ്രൈം മിനിസ്റ്റേഴ്സ് സെക്രട്ടറി ആൻഡ് എന്നിട്ട് ഇയാൾ പറഞ്ഞതാണ്, കൺസർവേറ്റീവ് പാർട്ടി വാസ് പെർസിക്യൂട്ടിംഗ് മീ, ഐ തോട്ട് ഐ വാസ് ഷൂട്ടിംഗ് റോബർട്ട് പീൽ. പ്രൈം മിനിസ്റ്ററിനെ കൊല്ലാനാണ് നോക്കിയത്, മറ്റേ ആളെ കൊല്ലാനല്ല നോക്കിയെന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് ഡോക്ടേഴ്സ് എന്ത് പറയാണ്, മക്നോട്ടൻ ഈസ് അഫക്റ്റഡ് ബൈ മോർബിഡ് ഡെല്യൂഷൻ, ഹി ഹാസ് നോ പെർസെപ്ഷൻ ഓഫ് റൈറ്റ് ആൻഡ് റോങ്. ശരി തെറ്റുള്ളൊന്നും അറിയാൻ പറ്റാത്തൊരു ഡെല്യൂഷണൽ സ്റ്റേജിലാണ് ഇയാളെന്നാണ് നമ്മുടെ ഡോക്ടർ എക്സ്പേർട്സ് ഒക്കെ പറയുന്നത്. അപ്പൊ കോടതി എന്ത് പറഞ്ഞു, ഇയാളെ ഇതിനകത്ത് വെറുതെ വിടാം, നമുക്ക് ലീഗൽ ഇൻസാനിറ്റി എന്നുള്ള ഗ്രൗണ്ട് വെച്ചിട്ട് ഇയാളെ വെറുതെ വിടണം എന്നുള്ളതാണ് അന്ന് കോടതി പറഞ്ഞത്. ആർ വേഴ്സസ് ഡാനിയൽ മക്നോട്ടൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുറത്തുള്ള കേസാണ്, നമ്മുടെ ഇന്ത്യയിലെ കേസ് എന്നുള്ള പുറത്തുള്ള കേസാണ് ആർ വേഴ്സസ് ഡാനിയൽ മക്നോട്ടൻ എന്ന് പറയുന്ന കേസ്. ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കേസുകളൊക്കെ പറയാറുണ്ട്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ കേരളത്തിലൊരു കേസ് പറയാം, കുട്ടപ്പൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നൊരു കേസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഇയാള് ഭാര്യനെ സംശയരോഗിയാണ് ഇയാള്. അപ്പം ഭാര്യനെ സംശയിച്ച് ഭാര്യ അൺചാസ്റ്റ് ആണ്, അതായത് ഭാര്യ എന്താണ് വേറെ ആളുമായിട്ട് ഭാര്യയ്ക്ക് അഫയർ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്യും, ഭാര്യയുടെ തല വെട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് കയറി പോവാണ്. അപ്പൊ കോടതി എന്ത് പറഞ്ഞു, നോർമലി ഒരാൾക്ക് കൊല്ലണമെങ്കിൽ അയാൾ കൊന്നിട്ട് കുഴിച്ച് മൂടുവോ അല്ലെങ്കിൽ ഒളിച്ചു വെക്കാനൊക്കെയാണ് നോക്കുന്നത്. ഇതിനകത്ത് ഇയാൾ എന്ത് ചെയ്തു, ആളുടെ തല വെട്ടിക്കൊണ്ട് എവിടെ പോയി, പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പം തന്നെ മനസ്സിലാകാൻ ഇയാൾക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇപ്പൊ എന്ത് പറഞ്ഞു, ഇയാൾ ചെയ്തത് ഇൻസാനിറ്റിക്കകത്ത് പെടും. കാര്യം ലീഗലി ഇൻസൈൻ ആയിട്ടുള്ളതുകൊണ്ടാണല്ലോ അയാൾ തലയും വെട്ടിക്കൊണ്ട് അവിടെ പോയത്, അല്ലെങ്കിൽ ഒളിച്ചു വെക്കൂലേ. അപ്പം ഇയാൾ ലീഗലി ഇൻസൈൻ ആണെന്നും പറഞ്ഞിട്ട് എക്സെപ്റ്റ് ചെയ്ത ഒരു കേസാണ് കുട്ടപ്പൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇനി വേറെ കേസുകളുണ്ട്. അപ്പം സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് രവി എന്നൊക്കെ പറയുന്ന കേസില് ലവറിനെ കൊന്നിട്ട് ഇയാള് എന്താണ്, മേ ബി പ്രേമം നിരസിച്ചതിനായിരിക്കും കൊന്നത്. എന്നിട്ട് എനിക്ക് ഇൻസാനിറ്റി ആണെന്നും പറഞ്ഞ ആള് ക്ലെയിം ചെയ്യാണ്. പക്ഷെ കോടതി എന്ത് പറഞ്ഞു, അത് ഇൻസാനിറ്റി ഒന്നും അല്ല, പണിഷ്മെന്റ് തരും എന്നും പറഞ്ഞിട്ടാണ് സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് രവിയില്. പിന്നെ അതുപോലെ തന്നെ വേറെ കേസൊക്കെ ഉണ്ട്, അതായത് രാത്രി സ്വപ്നം കണ്ടിട്ട് മോനെ കൊന്ന കേസൊക്കെ ഉണ്ട്. അതുപോലെ ഒരുപാട് കേസ്, ഈ ഭക്തിയൊക്കെ മൂത്തിട്ട് ആളുകൾ അങ്ങനെ ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലൊക്കെ ചില കേസുകളിൽ ലീഗൽ ഇൻസാനിറ്റി പറയാറുണ്ട്. ഇപ്പൊ നമുക്ക് അറിയാലോ, ഇന്നാള് മറ്റേ നമ്മുടെ നെടുമങ്ങാടോ നെയ്യാറ്റിൻകരയോ സമാധിയുടെ കേസൊക്കെ അറിയാലോ അല്ലേ. സമാധിയൊക്കെ ആക്കിയിട്ട് ശരിക്കും കൊന്നതാണെങ്കിൽ, ഇയാൾ തന്നെ മരിച്ചാണെങ്കിൽ കുഴപ്പമില്ല, ഇപ്പൊ സമാധിയൊക്കെ ആക്കിയിട്ട് എന്താണ്, എനിക്ക് ദൈവവിളി കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എന്തായിട്ട് പറയാം, ദൈവവിളി കിട്ടിയത് ഇയാൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആൾ ഇൻസാനിറ്റിയുടെ ഗ്രൗണ്ട് കിട്ടും. ഇനി ശരിക്കും ദൈവവിളിയൊന്നും അല്ല, അച്ഛന്റെ സ്വത്ത് തട്ടിയെടുക്കാനാണ് കൊന്നതെന്നുണ്ടെങ്കിൽ ഇൻസാനിറ്റിയുടെ ഗ്രൗണ്ട് ഒന്നും കിട്ടില്ല. പിന്നെ അതാണ് നമ്മുടെ ഡാനിയൽ മക്നോട്ടന്റെ കേസും. അതുപോലെ ലീഗലി ഇയാൾക്ക് ഈ പറയുന്ന സറൗണ്ടിങ്സും അല്ലെ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയുള്ളൂ, ലീഗലി ഇൻസൈൻ ആണെന്ന് പറയുള്ളൂ. ദെൻ നെക്സ്റ്റ് ഈസ് ഡ്രങ്കണ്ണസ്. സെക്ഷൻ 85-ലും 86-ലും എന്ത് പറയാ, ഡ്രങ്കണ്ണസ് അല്ലെങ്കിൽ ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്ന കാര്യം പറയാ. അപ്പൊ അത് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, ആള് ആക്ട് ചെയ്യുന്ന സമയത്ത് ഇൻടോക്സിക്കേറ്റഡ് ആയിരിക്കണം. ഇൻഫ്ലുവൻസ് ഓഫ് ഇൻടോക്സിക്കേഷൻ കാരണമായിരിക്കണം ആൾ ആക്ട് ചെയ്തത്. അതുപോലെ തന്നെ ആൾക്ക് ആ ഡ്രങ്കണ്ണസ് കാരണം ചെയ്യുന്ന ആക്ടിന്റെ നേച്ചർ എന്താണെന്ന് അറിയാൻ ഉള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിൽ തന്നെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് വോളണ്ടറി ഡ്രങ്കണ്ണസും, ഒന്ന് ഇൻവോളണ്ടറി ഡ്രങ്കണ്ണസും. ഇപ്പൊ വേണമെങ്കിൽ ഒരാളെ നമുക്ക് എന്ത് ചെയ്യാം,
അയ്യോ, ഇൻസാനിറ്റി രണ്ടോട്ടം വന്നു, സോറി. അപ്പൊ എന്താണ്, ഇപ്പൊ ഒരാൾ അറിയാണ്ട് അയാളുടെ ഫുഡിൽ നമ്മളൊരു കാര്യം കലർത്തിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് ഇൻവോളണ്ടറി ഇൻടോക്സിക്കേഷൻ ആണ്. അതല്ലാതെ ഞാൻ തന്നെത്താനെ ഒരു കുപ്പി ബ്രാൻഡി മേടിച്ച് ഞാൻ തന്നെ ഒരു ഇൻടോക്സിക്കേറ്റഡ് സബ്സ്റ്റൻസ് എടുത്ത് കഴിച്ചിട്ട് ഞാൻ പോയിട്ട് ഒരാളെ കൊല്ലുകയാണ്, എന്നിട്ട് ഞാൻ പ്ലീ പറയാണ് ഞാൻ ഇൻടോക്സിക്കേറ്റഡ് ആയിരുന്നു എന്നിട്ടാണ് ഞാൻ കൊന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതി അംഗീകരിക്കില്ല, കോടതി അക്സെപ്റ്റ് ചെയ്യില്ല. വോളണ്ടറി ഡ്രങ്കണ്ണസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. പക്ഷെ ഏത് എക്സ്ക്യൂസ് ആണ്? ഇൻവോളണ്ടറി ഡ്രങ്കണ്ണസ് ആണെങ്കിൽ ദാറ്റ് ഈസ് ആൻ എക്സ്ക്യൂസ്. ഇപ്പൊ ഡ്രങ്കണ്ണസ് ഓർ ഇൻടോക്സിക്കേഷൻ ഇസ് എ റിസൾട്ട് ഓഫ് അതൊന്നും വേണ്ട. പേഴ്സൺ ഗെറ്റ്സ് ഇൻടോക്സിക്കേറ്റഡ് വോളണ്ടറി വിത്ത് ഫുഡ് നോളജ് ആണെങ്കിൽ അത് ഡിഫൻസ് അല്ല എന്നാണ് സെക്ഷൻ 85 പറയുന്നത്. ആൻഡ് സെക്ഷൻ 86 എന്ത് പറയുന്നുണ്ട്? ഇൻവോളണ്ടറി ഡ്രങ്കണ്ണസ് ആണ്, മറ്റൊരാൾ കാരണമാണ് നമ്മൾ ഇൻടോക്സിക്കേറ്റഡ് ആവുന്നതും എന്നിട്ട് നമ്മൾ അതിന്റെ പേരിലാണ് നമ്മൾ ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ ഡിഫൻസ്. ഇപ്പം എക്സാമ്പിൾ, സിനിമയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ പാവാട എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ക്ലൈമാക്സിൽ മറ്റേ ആള് ഒരു ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഡ്രിങ്കിന്റെ എഫക്റ്റിലാണ് ആൾ ഒപ്പിട്ട് കൊടുക്കുന്നത്. അപ്പം അവിടെ ഇൻവോളണ്ടറി ആയിട്ട് ആളെ കൊണ്ട് ഒരു ആക്ട് ചെയ്യിക്കുകയെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇൻവോളണ്ടറി ഡ്രങ്കണ്ണസ് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പൊ തൽക്കാലം അത്ര മനസ്സിലാക്കിയാൽ മതി. ഡ്രങ്കണ്ണസ് അങ്ങനെ പൊതുവേ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ഇതിനകത്തൊരു ഫേമസ് കേസ് ഉണ്ട്, ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ വേഴ്സസ് ബേർഡ് എന്ന് പറയുന്ന ഒരു കേസ്. ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ വേഴ്സസ് ബേർഡ് എന്ന് പറയുന്ന ഒരു കേസിനകത്ത് ഒരു വാച്ച്മാൻ ഒരു കുട്ടീനെ റേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ആൻഡ് ഇയാള് കുട്ടീനെ റേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഇയാള് റേപ്പല്ല ചെയ്യുന്നത്, ഇയാള് കുട്ടിയുടെ വായിലേക്ക് തുണി കുത്തിക്കയറ്റി വെച്ചേക്കും. അപ്പം ഈ തുണി കുത്തിക്കയറ്റി വെച്ചിട്ട് സഫോക്കേറ്റഡ് ആയിട്ടാണ് കുട്ടി മരിക്കുന്നത്. അപ്പം ഇയാള് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാള് ഡ്രങ്ക് ആയതുകൊണ്ട് ഇയാള് ചെയ്യുന്നത് ആ ഒരു സാധനത്തിന്റെ നേച്ചർ എന്താണെന്ന് ഇയാൾക്ക് അറിയില്ല. അതുകൊണ്ട് ഇയാള് ഡ്രങ്കണ്ണസിന്റെ എക്സംഷൻ ആണ് അതിനകത്ത് ക്ലെയിം ചെയ്തത്. അപ്പം അത് ഡ്രങ്കണ്ണസിന് എക്സാമ്പിൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അയാൾ സ്വന്തമായിട്ട് ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് ഒരു കുട്ടീനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയതാണ്. അതുകൊണ്ട് തന്നെ കോടതി എന്ത് പറഞ്ഞു? ഇയാള് ഗിൽറ്റി ഓഫ് മർഡർ ആണെന്ന് തന്നെയാണ് പറഞ്ഞത്. അതാണ് ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ വേഴ്സസ് ബേർഡ് എന്ന് പറയുന്ന കേസ്. പിന്നെ അടുത്ത വരുന്ന സാധനം എന്താണ്? നമ്മുടെ 86 കഴിഞ്ഞു. ഇനി 87 ഈസ് കൺസെന്റ്. 87 മുതൽ 91 വരെ പല ടൈപ്പ് ഓഫ് കൺസെന്റിന്റെ കാര്യമാണ് പറയുന്നത്. പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സെക്ഷൻ 90 എന്താണ്? സോറി, സെക്ഷൻ 87 ആക്ട് നോട്ട് ഇന്റൻഡഡ് ടു ബി ലൈക്ലി ടു കോസ് ഡെത്ത് ഓർ ഹേർട്ട് ബൈ കൺസെന്റ്. 88 ആക്ട് നോട്ട് ഇന്റൻഡഡ് ടു കോസ് ഡെത്ത് ഡൺ ബൈ കൺസെന്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ദി പേഴ്സണൽ ബെനിഫിറ്റ്. 89 ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എ ചൈൽഡ് ഓർ ഇൻസെന്റ് പേഴ്സൺ ഓർ ബൈ ദി കൺസെന്റ് ഓഫ് ഗാർഡിയൻ. 90 കൺസെന്റ് നോട്ട് ടു ബി ഗിവൺ അണ്ടർ ഫിയർ ഓർ മിസ്കൺസെപ്ഷൻ. 91 എക്സ്ക്ലൂഷൻ ഓഫ് ആക്ട്സ് വിച്ച് ആർ ഒഫൻസസ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ഹാംസ് കോസ്റ്റ്. അപ്പൊ ഈ പറയുന്ന പോലെ നമുക്ക് അതായത് കുറെ ടൈപ്പ് ഓഫ് ഒഫൻസുകൾ, സോറി, കുറെ ടൈപ്പ് ഓഫ് കൺസെന്റുകൾ പറയാൻ പറ്റും. എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മള് ഒരു ഓപ്പറേഷൻ നടക്കാൻ പോവാണ്. ആ ഓപ്പറേഷൻ നടക്കാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പൊതുവെ ഒപ്പിട്ട് കൊടുക്കാറുണ്ടല്ലോ. ഈ ഒരു ഓപ്പറേഷൻ നടക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മള് ഹോസ്പിറ്റലിനെയോ അല്ലെ ഡോക്ടറിനെ ഒന്നും ലയബിൾ ആക്കില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേപോലെ ഇപ്പം എനിക്കാണ് ഓപ്പറേഷൻ എങ്കിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കും. അപ്പൊ അത് ഏതിനകത്ത് വരുത്താം? നമുക്കത് 87 to 91 വരുത്താം. അതിനകത്ത് എന്താ, ഒരു ഓപ്പറേഷൻ നടക്കാൻ പോകുമ്പോൾ കൊടുക്കുന്ന കൺസെന്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പം 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ആരായിരിക്കും കൺസെന്റ് കൊടുക്കുക? പേരൻസ് ആണ്. 12-നും 18-നും ഇടയ്ക്കാണെങ്കിൽ കുട്ടിയുടെയും കൺസെന്റ് വേണം, പേരന്റിന്റെയും കൺസെന്റ് വേണം. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ അയാളും ഞാനും തമ്മിൽ സിനിമയ്ക്കകത്ത് പൃഥ്വിരാജ് ആദ്യമേ എന്താണ് ആൾക്കെതിരെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ഓപ്പറേഷൻ ചെയ്തു, കൺസെന്റ് ഇല്ലാതെ കുട്ടിയുടെ ഓപ്പറേഷൻ ചെയ്തു എന്നുള്ളതായിരുന്നു അതിനകത്ത് ആദ്യത്തെ ക്ലെയിം. എന്നിട്ട് ക്ലൈമാക്സ് ആകുമ്പോൾ, കണ്ടിട്ടില്ലാത്തവരുണ്ട് എന്നോട് ക്ഷമിക്കണം, അതായത് ക്ലൈമാക്സ് എന്താ പറയാ, കുട്ടിയുടെ അമ്മ കൺസെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള സാധനമാണ്. അപ്പൊ കുട്ടിക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ ആര് റെസ്പോൺസിബിൾ ആവും? കൺസെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഡോക്ടർ റെസ്പോൺസിബിൾ ആവും എന്നുള്ളതാണ്. സോ act is not a crime which is done by a person without having intention to cause death or grievous hurt. Death or grievous hurt ഒന്നും കോസ് ചെയ്യാൻ ഇന്റൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അതുപോലെ ഇത് നോളജ് ഉണ്ട് പക്ഷെ ആൾക്ക് ഇന്റൻഷൻ ഇല്ല. വിത്ത് കൺസെന്റ് ഗിവൺ ബൈ ദ വിക്ടിം ഹു സഫേഴ്സ് ഹാം, കൺസെന്റ് മസ്റ്റ് ബി ഗിവൺ ബൈ എ പേഴ്സൺ above 18 years of age. കൺസെന്റ് must be expressed or implied. അത് നമുക്ക് ഈ ഡോക്ടേഴ്സിന്റെ എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് പറയാം. അതുപോലെ തന്നെ വേറെ പറയുന്നത്
ഒരു റോഡ് റാഷ്, ഇപ്പൊ റോഡ് സോറി കാർ റേസിംഗിന്റെ ഒരു മത്സരം നടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കയറിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയാണ് ഇവിടെ നടക്കാൻ പോകുന്ന കോൺസിക്വൻസ് ഒക്കെ നമുക്ക് അറിയാമെന്ന് പറഞ്ഞ് നമ്മൾ കയറിയിരിക്കും. എന്നിട്ട് നമുക്ക് ആക്സിഡന്റ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നമ്മൾ ഇംപ്ലൈറ്റ്ലി അവിടെ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ കൺസെന്റ് കൊടുത്തു എന്നുള്ളതൊക്കെയാണ് ഈ കൺസെന്റിനകത്ത് വരുന്നത്. പിന്നെ ഗുഡ് ഫെയ്ത്ത് നമ്മൾ പറഞ്ഞു, വിത്തൗട്ട് കോസിങ് ഇഞ്ചുറി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഫിയറിന്റെ ഒക്കെ പേരിലാണ് കൺസെന്റ് കൊടുക്കുന്നെങ്കിൽ അത് കൺസെന്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാറില്ല. പിന്നെ അതുപോലെ തന്നെ റേപ്പിന്റെ ഒക്കെ കേസിൽ, ഇപ്പൊ റേപ്പിന്റെ ഒക്കെ കേസിൽ കൺസെൻഷ്വൽ ആയിട്ടാണ് അവിടെ ഒരു സെക്ഷൽ റിലേഷൻ നടക്കുന്നെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റില്ല, അത് റേപ്പ് അല്ല. പക്ഷെ 18 ഏജ് ഓഫ് കൺസെന്റ് പറയുമ്പോൾ 18 ആണ് ഇന്ത്യയിൽ ഏജ് ഓഫ് കൺസെന്റ്. ഇപ്പൊ 18 താഴെയുള്ള ഒരു കുട്ടി കൺസെന്റ് കൊടുത്താലും അതിനെ നമുക്ക് കൺസെന്റ് ആയിട്ടൊന്നും കൂട്ടാനൊന്നും പറ്റില്ല. അതാണ് സെക്ഷൻ 87 to 91. പിന്നെ അടുത്തത് ആക്ട്സ് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത്. സെക്ഷൻ 92ലാണ് ആക്ട്സ് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പം ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഡോക്ടേഴ്സ് ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് കൺസെന്റ് വാങ്ങണം എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി സപ്പോസ് ഒരാളെ ഒരു അപ്പൻഡിക്സിന്റെ ഓപ്പറേഷന് വേണ്ടി കയറ്റിയിരിക്കുകയാണ്. പെട്ടെന്ന് ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വരികയാണ്. ഹാർട്ട് അറ്റാക്ക് വരുന്നു, ഇതിന്റെ ഇടയ്ക്ക് ചോദിക്കാനുള്ള സമയമൊന്നുമില്ല. പെട്ടെന്ന് അയാൾക്ക് ഫസ്റ്റ് എയ്ഡോ അല്ലെങ്കിൽ അതിനുള്ള സർജറിയോ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡോക്ടർ കൺസെന്റിന് വെയിറ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ആണ് അല്ലെ. ആളുടെ ബെനിഫിറ്റിന് വേണ്ടി പെട്ടെന്ന് ഒരു ഗുഡ് ഫെയ്ത്തിന് ചെയ്തൊരു ആക്ട് ആണെങ്കിൽ അത് സെക്ഷൻ 92ന്റെ പ്രൊട്ടക്ഷനകത്ത് വരും എന്നുള്ളതാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് പൊതുവെ പറയാറുണ്ട്. ഇപ്പം ഡോക്ടേഴ്സ് ഇപ്പൊ നമ്മളടുത്ത് പറയാറില്ല, എന്തായാലും ഇപ്പൊ പുറത്ത് നിൽക്കുന്ന ബൈസ്റ്റാൻഡറിനോട് പറയാണ്, ആളിനി അധികം സമയമില്ല, നിങ്ങൾ വേണ്ടതൊക്കെ ചെയ്തു എന്നൊക്കെ ഒന്ന് പറയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഇത് പറയുന്നത് എന്തിനായിരിക്കും? ഗുഡ് ഫെയ്ത്തിലായിരിക്കും പറയുന്നത്. ഡോക്ടറിന് അറിയില്ല പുറത്ത് നിൽക്കുന്ന ആള് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, ഇത് കേട്ട് കഴിഞ്ഞാൽ ആൾക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ളതൊന്നും അറിയാതെയാണ് ഡോക്ടർ ഒന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ചെയ്തിട്ട് ആൾക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അതൊരു കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആണെന്ന് പറയാൻ പറ്റും. ഇപ്പം അതിനകത്ത് ഇലസ്ട്രേഷൻ ആയിട്ട് പറയുന്നുണ്ട്, എ സർജൻ ഇൻ ഗുഡ് ഫെയ്ത്ത് കമ്മ്യൂണിക്കേറ്റ്സ് ടു എ പേഷ്യന്റ് ഹിസ് ഒപ്പീനിയൻ ദാറ്റ് ഹി cannot live. The patient dies in consequence of the shock. A has committed no offense, though he knew it to be likely that the communication might cause the patient's death. ഇനി അടുത്തത് ആക്ട് ഡൺ അണ്ടർ കമ്പൽഷൻ ഓർ ത്രെറ്റ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ സിമ്പിൾ ആയിട്ട് ഡ്യൂറസ് എന്ന് പറയാറുണ്ട്. ഡ്യൂറസ് അല്ലെങ്കിൽ ആക്ട് ഡൺ അണ്ടർ കമ്പൽഷൻ ഓർ ത്രെറ്റ്. ഒരാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കുന്നതാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഡ്യൂറസ് അല്ലെങ്കിൽ ആക്ട് ഡൺ അണ്ടർ കമ്പൽഷൻ. അത് സെക്ഷൻ 94ന്റെ ഇതിനകത്ത് വരും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് റോബേഴ്സ് വരികയാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഡെക്കോയിറ്റ്സ് വന്നിട്ട് ഒരു ബ്ലാക്ക് സ്മിത്തിനെ കൂടെ കൊണ്ടുപോയിട്ട് ഒരു വീടിന്റെ പൂട്ട് പൊളിക്കുകയാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആൾ ആക്ട് ചെയ്തത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ആളുടെ ജീവന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇയാളെ കൊണ്ടൊരു പൂട്ട് പൊളിക്കുന്നെങ്കിൽ, പൂട്ട് പൊളിക്കുന്നത് ഈസ് ആക്ച്വലി എന്താണ് എഗൻസ്റ്റ് ലോ ആണ്. പക്ഷെ ഇയാള് ജീവന് പേടികൊണ്ടാണ് പൂട്ട് പൊളിക്കുന്നതെങ്കിൽ എന്ത് ചെയ്തു എന്ന് പറയാം? ആൾ ആക്ട് ചെയ്തത് ഡ്യൂറസ് കാരണമാണ് ആക്ട് ചെയ്തതെന്നുള്ള കാര്യം പറയാൻ പറ്റും. നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഈസ് ഡൺ അണ്ടർ കമ്പൽഷൻ ഓർ ത്രെറ്റ്. ദ കമ്പൽഷൻ ഓർ ത്രെറ്റ് മസ്റ്റ് ബി അപ്രിഹെൻഷൻ ഓഫ് ഇൻസ്റ്റന്റ് ഡെത്ത്. അതുപോലെ തന്നെ അണ്ടർ അപ്രിഹെൻഷൻ ഓഫ് ഫ്യൂച്ചർ ഡെത്ത് ഈസ് നോ എക്സ്ക്യൂസ്. അതായത് പിന്നെ കൊല്ലും എന്നുള്ളതല്ല, അപ്പൊ കൊല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിനകത്ത് വരുന്നതാണ്. പക്ഷേ ഈ പറയുന്ന ഇൻസ്റ്റന്റ് ഡെത്തിന്റെ ഭീഷണി ഉണ്ടെങ്കിൽ പോലും ആൾ എന്ത് കമ്മിറ്റ് ചെയ്യാൻ പാടില്ല? മർഡർ കമ്മിറ്റ് ചെയ്യാനും പാടില്ല. അതുപോലെ തന്നെ സ്റ്റേറ്റിന് അഗേൻസ്റ്റ് ആയിട്ട് വേജിങ് വാറും കമ്മിറ്റ് ചെയ്യാൻ പാടില്ല ഈ പറയുന്ന ഡ്യൂറസ് ഉണ്ടെങ്കിൽ. അത് ഇടയ്ക്കൊരു കേസ് ഉണ്ടായിരുന്നു. ആള് ഒരു പോലീസ് ഓഫീസർ ആളുടെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയതാണ്. ആള് പണ്ട് ജൂനിയർ ഓഫീസർ എന്നല്ല, ഒരു ഏതോ ഒരു പൊസിഷനിൽ ഇരുന്ന സമയത്ത് ഇയാളുടെ സീനിയർ ഓഫീസർ വന്നിട്ട് ഇയാളെ തോക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഏതോ ഒരു പ്രതിനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു. ഇയാളുടെ ജീവന് ഭയം കൊണ്ട് എന്ത് ചെയ്തു? മറ്റു പ്രതിനെ കൊല്ലുണ്ടായി. അപ്പൊ അത് നമുക്ക് ഏതിനകത്ത് പെടുത്താൻ പറ്റില്ല? സെക്ഷൻ 94ന്റെ പ്രൊട്ടക്ഷനിൽ പറയാൻ പറ്റില്ല. കാര്യം ഇൻസ്റ്റന്റ് ഡെത്തിന്റെ ഫിയർ ഉണ്ടെന്ന് പറഞ്ഞ് മറ്റൊരാളെ കൊല്ലാനുള്ള റൈറ്റ് എഴുതി കൊടുക്കുന്നില്ല, ജനറൽ എക്സെപ്ഷൻസിൽ കൊടുക്കുന്നില്ല. Exceptions, a person who is of his own accord by reason of a threat of being beaten joins a gang of dacoits knowing their captain. ഡക്കോയിറ്റിന്റെ കൂടെ പോയി ചേർന്ന് കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സെപ്ഷൻ കൊടുക്കാൻ പറ്റില്ല. മറ്റേ ഇയാളെ പിടിച്ചോണ്ട് പോയി പൂട്ട് ഒളിപ്പിച്ചതല്ല, അതല്ലാണ്ട് ഇയാള് ഗ്യാങ്ങിന് പോയി ചേർന്ന് കഴിഞ്ഞിട്ട് എക്സെപ്ഷൻ ഒന്നും ക്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല.
നെക്സ്റ്റ് വൺ ഈസ് ട്രിഫിൾസ്, അല്ലെങ്കിൽ സ്ലൈറ്റ് ഹാം, അല്ലെങ്കിൽ ട്രിഫിളിംഗ് ആക്ട്, അല്ലെങ്കിൽ ട്രിഫിൾസ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതാണ് സെക്ഷൻ 95. കുഞ്ഞു കുഞ്ഞു ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്യണം. ഒരാളുടെ പേന കെട്ടു 5 രൂപയുടെ ലെക്സി പേനയാണ് ഞാൻ മോഷ്ടിക്കുന്നത്. പോട്ടെ, എന്റെ ലെക്സി പേന നമ്മുടെ സുബോധ് മോഷ്ടിച്ചു വന്നു. എനിക്കിപ്പോ പേര് ഇപ്പം ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞ കേട്ടോ. സുബോധ് മോഷ്ടിച്ചുകൊണ്ട് പോയി. ഈ 5 രൂപയുടെ ലെക്സി പേന കളഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ കോടതിക്ക് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തോരം നഷ്ടം കാണും? എനിക്ക് ഇവിടുന്ന് കോടതി വരെ പോകുന്ന വണ്ടിക്കൂലി, അത് കഴിഞ്ഞിട്ട് കോടതിയിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കെട്ടണം. അതുപോലെ തന്നെ വക്കീലിന്റെ പൈസ കൊടുക്കും. ഞാൻ വക്കീലല്ല, കോമൺ മാൻ ആണെന്നിരിക്കട്ടെ, വക്കീലിന്റെ പൈസ, ഇത് കഴിഞ്ഞിട്ട് ഈ സമയം ഡിലേ ഓഫ് ടൈം, അങ്ങനെ എല്ലാം കൂടെ നഷ്ടം വരുമ്പോൾ എനിക്ക് മിനിമം ഒരു 5000 രൂപയെങ്കിലും അവിടെ ചിലവാകും. അതാണോ 5 രൂപയുടെ പേന പോട്ടേന്ന് വെക്കുന്നതാണോ ലാഭം? 5 രൂപയുടെ പേന പോട്ടേന്ന് വെക്കുന്നതല്ലേ? അപ്പൊ ഒരു ഓർഡിനറി പ്രൂഡന്റ് മാൻ പൊതുവേ കേസ് കൊടുക്കാത്ത കേസുകളെയാണ് നമ്മൾ എന്ത് പറയാ, ട്രിഫിളിംഗ് ആക്ട് അല്ലെങ്കിൽ ട്രൈഫിൾസ് എന്ന് പറയാൻ പറ്റും. എന്റെ എക്സാമ്പിൾ ആയിട്ട് പലപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഒരു ബണ്ടിൽ ഓഫ് ഫയൽ എടുത്തെറിയുന്നു, ആ ഫയലിനകത്തുള്ള പേപ്പർ കൊണ്ട് പേപ്പർ കട്ട് ഉണ്ടാവുന്നു, അങ്ങനെയാണെങ്കിൽ അത് ട്രൈഫിൾ ആണെന്ന് പറയാറുണ്ട്. അല്ല, ഇതുപോലെ പേന കട്ട കേസൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രൈഫിൾ എന്ന് പറയാറുണ്ട്. എന്താണ് യൂസിങ് എ മാച്ച് സ്റ്റിക്ക് ഓർ അനദർ, അപ്പം ലൈറ്റർ കൊടുത്തു തിരിച്ചു കൊടുത്തില്ല, അതൊക്കെ എന്താണ് ട്രൈഫിളിംഗ് ആക്ട് എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പം അതിനകത്ത് പറയുന്ന ഒരു മാക്സിം ആണ് ഡി മിനിമിസ് നൂൺ കുറാറ്റ് ലെക്സ്. അതായത് എന്താണ്, ഇതുപോലുള്ള ട്രിഫിൾ ആക്ട് ഒന്നും ലോ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ഡി മിനിമിസ് നോൺ കുറാറ്റ് ലെക്സ് എന്ന് പറയുന്ന മാക്സിം. ഞാനിപ്പോ ഒരു പേന മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അത് എന്തല്ല, ഒരു വലിയൊരു തെഫ്റ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തെഫ്റ്റ് തന്നെയാണ്, പക്ഷെ ദാറ്റ് അമൗണ്ട്സ് ടു ട്രിപ്സ്. ഒരു ഓർഡിനറി പ്രൂഡന്റ് മാൻ പൊതുവെ കേസ് കൊടുക്കാത്ത കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, ട്രിഫിളിംഗ് ആക്ട് അല്ലെങ്കിൽ ട്രൈഫിൾസ് എന്ന് പറയാം. ഇതിനകത്ത് ചുമപ്പിൽ കൊടുത്തേക്കുന്ന ഒരു സാധനം ഉണ്ട്, അതിന് തൊട്ടും പറയുന്നത് പാറ്റിംഗ് ഓൺ എ ചൈൽഡ്സ് ബട്ടക്സ്. അതായത് ഒരു കുട്ടിക്ക് ഒറ്റ അടി കൊടുക്കുകയാണ്, ബട്ടക്സിലിട്ട് ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, ഒരു ട്രൈഫിളിംഗ് ആക്ട് ആണ്. അതിന് പൊതുവാരും കേസ് കൊടുക്കാറില്ല. പക്ഷേ ട്രിഫിളിംഗ് ആക്ട് ആണെന്ന് പറഞ്ഞ ഒരു ലേഡിയുടെ ബട്ടക്സിലിട്ടാണ് തട്ടുന്നതെങ്കിൽ അതെന്തല്ല, ട്രിഫിളിംഗ് ആക്ട് അല്ല. അത് ഏതിനകത്ത് വരും, ഔട്ട്റേജിങ് മോഡസ്റ്റി ഓഫ് വുമൺ എന്ന് പറയുന്ന സാധനത്തിനകത്ത് വരും. അതിന് വേറെ എക്സാമ്പിൾ പറയാറുണ്ട്. അതായത് ഇപ്പം വഴി കൂടെ പോകുന്ന ഒരാളുടെ കമന്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തല്ല, ട്രിഫിളിംഗ് ആക്ട് അല്ല. പക്ഷേ ഒരു വുമൺ രാത്രി ഒറ്റയ്ക്ക് പോകുന്ന ഒരു വുമണിനെ ബാക്കിൽ ഫോളോ ചെയ്യുകയാണ്, ആൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഔട്ട്റേജിങ് ദ മോഡസ്റ്റിക്കകത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്ഷൽ അബ്യൂസ് ഒഫൻസുകൾക്കകത്ത് നമുക്ക് പെടുത്താൻ പറ്റും. അത് ട്രൈഫിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല എന്നൊക്കെ ഉള്ള കേസുകളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നത് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ആണ്. സെക്ഷൻ 96 മുതൽ 106 വരെയാണ് നമ്മുടെ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് വരുന്നത്. നേരത്തെ കാട്ടി ആൾ കൂടിയോ? ഇപ്പൊ ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, ഇപ്പൊ പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവെ നമ്മൾ പറയാറുണ്ട്, എന്താണ് നമുക്ക് കുറെ ടൈപ്പ് ഓഫ് ഒഫൻസുകൾ ഉണ്ടെങ്കിലും നമ്മൾ മെയിൻലി നമ്മുടെ ബോഡിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിക്കും എതിരെയുള്ള ഒഫൻസുകൾക്കെതിരെയാണ് നമുക്ക് ഏത് എക്സസൈസ് ചെയ്യാൻ പറ്റുക, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ സെക്ഷൻ 96 മുതൽ 106 വരെയാണ് ഈ പറയുന്ന പ്രൈവറ്റ് ഡിഫൻസ് വരിക. അതിൽ 96 വരുന്ന ആക്ട് ഡൺ ഇൻ ദ എക്സസൈസ് ഓഫ് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഈസ് നോട്ട് ആൻ ഒഫൻസ്. ഒരിക്കലും പ്രൈവറ്റ് ഡിഫൻസ് വേണ്ടി ചെയ്യുന്ന ഒഫൻസ് എന്ന് പറയുന്നത് ഒഫൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഒരു ആക്ട് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം എന്നെ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വരികയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എന്റെ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാം. അല്ലെങ്കിൽ എന്റെ ഒരു പ്രോപ്പർട്ടി നശിപ്പിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാം. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ ആക്ട് എപ്പോഴും എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞേക്കുന്ന ഏതെങ്കിലും ഒഫൻസുകളാണ് കമ്മിറ്റ് ചെയ്യാൻ വരുന്നത്. എനിക്കെതിരെ അങ്ങനെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതൊരു ഡിഫെൻസീവ് റൈറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു അറ്റാക്കോ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഹാം അല്ലെങ്കിൽ ലോസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പറയുന്ന പ്രൈവറ്റ് ഡിഫൻസ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരാളിപ്പോ എന്നെ ഇന്ന് അറ്റാക്ക് ചെയ്തു, എന്നെ ഇന്നൊരാൾ അടിച്ചതിന്റെ പ്രതികാരമായിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് പോയി അടിച്ചിട്ട് ഇത് പ്രൈവറ്റ് ഡിഫൻസ് ആണെന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് ഡിഫൻസ് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്, നമ്മളെ എത്രത്തോളം ഹാം ആണോ ഇങ്ങോട്ട് കോസ് ചെയ്യാൻ വരുന്നത് അത്രത്തോളം ഹാം മാത്രമേ നമ്മൾ അങ്ങോട്ടും ഇൻഫ്ലിക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ സപ്പോസ് കണ്ടൊരു പേര് സാരംഗ്. ഓക്കെ, സാരംഗ് എന്നെ ഒരു ചൂരൽ വെച്ച് അടിക്കാൻ വരികയാണ്.
ചൂരല് വെച്ച് അടിക്കാൻ വരുന്ന സമയത്ത് ഞാൻ തിരിച്ച് സാരംഗിനെ ഒലക്ക വെച്ച് അടിക്കുകയാണ്. അവിടെ പ്രൊപ്പോർഷനാലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? ഒരാൾ എന്നെ ചൂരല് വെച്ച് അടിക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടാകുന്ന ഡാമേജും ഞാൻ തിരിച്ച് ഒലക്ക വെച്ച് സാരംഗിനെ അടിച്ചാൽ ഉണ്ടാകുന്ന ഡാമേജും ഈസ് ഹൈലി ഡിഫറെന്റ്. അപ്പം എത്രത്തോളമാണോ ഇങ്ങോട്ട് വരുന്ന ഡേഞ്ചർ, അത്രത്തോളം പ്രൊപ്പോർഷനലി നമുക്ക് എന്ത് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പറയുന്ന പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സപ്പോസ് എന്നെ സപ്പോസ് സാരംഗ് എന്നെ ഒലക്ക വെച്ച് അടിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ തിരിച്ച് തോക്കെടുത്ത് വെച്ച് വെച്ചാലോ, അവിടെയും പ്രൊപ്പോർഷനാലിറ്റി തെറ്റി അല്ലെ? അപ്പൊ എപ്പോഴും ഇൻഫ്ലിക്ട് ചെയ്യുന്ന ഡേഞ്ചർ എത്രയാണോ അതിന്റെ പ്രൊപ്പോർഷനിലെ നമ്മൾ ഈ പറയുന്ന പ്രൈവറ്റ് ഡിഫൻസും എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ പ്രൈവറ്റ് ഡിഫൻസിന് വേറൊരു പ്രത്യേകത പറയുന്നുണ്ട്. നമ്മൾ നമ്മുടെ ബോഡിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ പ്രോപ്പർട്ടിക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് മറ്റൊരാളുടെ ബോഡിക്കും പ്രോപ്പർട്ടിയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് എക്സസൈസ് ചെയ്യാം? പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഈ പ്രൈവറ്റ് ഡിഫൻസ് എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം? മറ്റൊരാളെ കൊല്ലുന്ന അത്രയും എക്സ്റ്റെൻഡിൽ വരെ വേണമെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അത് ഏതൊക്കെ പ്രൊഫഷനാന്ന് പറയാം. ഇപ്പൊ ഒരാള് നമ്മളെ കൊല്ലാൻ വരുന്നു, എന്നെ ഒരാൾ തോക്ക് ചൂണ്ടിക്കൊണ്ട് എന്നെ കൊല്ലാൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തോക്കട്ടെ, എനിക്ക് എന്ത് ചെയ്യാം? ആളെ കൊല്ലാം അല്ലെ? പിന്നെ അല്ലെങ്കിൽ ഒരാൾ എന്നെ റേപ്പ് ചെയ്യാൻ വരുന്നു, റേപ്പിന്റെ അപ്രിഹെൻഷൻ ഉണ്ടെങ്കിൽ ഒരു ലേഡിക്ക് എന്ത് ചെയ്യാം? മറ്റേ ആ റേപ്പ് ചെയ്യാൻ വരുന്ന ആളെ കൊല്ലാൻ പറ്റും. സപ്പോസ് എന്നെ ഒരാൾ റേപ്പ് ചെയ്യാൻ വരുന്നത് നമ്മുടെ ദീപക് കണ്ടോണ്ടിരിക്കുകയാണ് എന്നൊരാളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അപ്പം എനിക്ക് ഞാൻ പെട്ടെന്ന് പാനിക്കായി പോവുകയാണ്. പക്ഷെ ദീപക് കണ്ടോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദീപകിന് എന്ത് ചെയ്യാം? എന്നെ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ റേപ്പിന്റെ അപ്രിഹെൻഷൻ ഉണ്ടെങ്കിൽ ദീപകിന് വേണമെങ്കിൽ ആളെ കൊല്ലാം അല്ലെ? അപ്പൊ ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഈസ് അവൈലബിൾ നോട്ട് ഓൺലി ടു ദ പേഴ്സൺ ഹിംസെൽഫ് ബട്ട് ഓൾസോ ഫോർ ഡിഫെൻഡിങ് അനദർ പേഴ്സൺസ് ബോഡി. മറ്റൊരാളുടെ ബോഡിയോ മറ്റൊരാളുടെ പ്രോപ്പർട്ടിയോ രക്ഷിക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് എന്ത് എക്സസൈസ് ചെയ്യാം? റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഈസ് അവൈലബിൾ ടു എ പേഴ്സൺ ഫോർ ഡിഫെൻഡിങ് ഹിസ് ഓൺ പ്രോപ്പർട്ടി ആൻഡ് പ്രോപ്പർട്ടി ഓഫ് അതർ പേഴ്സൺസ്. ഇപ്പം എന്റെ ഒരു പ്രോപ്പർട്ടി മോഷ്ടിക്കാൻ വരുന്നത് കാണുകയാണ്, എന്നെ അടിച്ചിട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ അതിൽ ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ അതിലിന് എന്ത് ചെയ്യാം? അതിൽ എന്റെ പ്രോപ്പർട്ടിയെ വേണമെങ്കിൽ രക്ഷിക്കാം. അതിനുവേണ്ടി പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാം. ആൻഡ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനറൽ എക്സെപ്ഷനിൽ കുറെ ആളുകളുടെ പേര് പഠിച്ചായിരുന്നു. അത് പേരല്ല, കുറെ ടൈപ്പ് ഓഫ് ജനറൽ എക്സെപ്ഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. ആർക്കൊക്കെ എതിരെയാണ്? ഇപ്പം ഒരു ഇൻസെയിൻ ആയിട്ടുള്ള ഒരാള് ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രൈം അല്ല എന്ന് പറഞ്ഞു. അതേപോലെ ഇൻഫന്റ് ആയിട്ട് 7 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണ്, ഡോൾ ഇൻകപ്പാക്സ് ആണ്, അത് ക്രൈം ചെയ്തത് അത് ക്രൈം അല്ല എന്ന് പറഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ ഇൻവോളണ്ടറി ആയിട്ട് ഇൻടോക്സിക്കേറ്റഡ് ആളാണെങ്കിൽ ആള് ചെയ്യുന്നതും ക്രൈം അല്ല എന്ന് പറഞ്ഞു. അപ്പോ സപ്പോസ് ഒരു കുട്ടി, ആ കുട്ടിയുടെ കയ്യിൽ ലോഡഡ് ആയിട്ടുള്ള ഒരു ഗണ്ണുണ്ട്, ആ കുട്ടി എന്നെ വെടിവെക്കാൻ പോവാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു നാരോവയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നുമില്ല. ഈ കുട്ടീനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് ഡിഫൻസ് ഈ പറയുന്ന കുട്ടിക്കെതിരെയും എന്ത് ചെയ്യാം? എക്സസൈസ് ചെയ്യാം. അതായത് ആരൊക്കെയാണോ ജനറൽ എക്സെപ്ഷനിൽ പെട്ട് അവർ ചെയ്യുന്ന ക്രൈം അല്ലാത്തതെങ്കിൽ പോലും നമുക്ക് അവർക്കെതിരെയും എന്ത് എക്സസൈസ് ചെയ്യാം? റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാം. അപ്പൊ ആ കുട്ടി തോക്കും കൊണ്ട് എന്നെ വെടിവെക്കാൻ പോവുകയാണ്, ആ കുട്ടിയെ വെടിവെച്ചിടാതെ എനിക്ക് രക്ഷയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ആ കുട്ടിയെ എന്ത് ചെയ്യാം? ആ കുട്ടിക്കെതിരെയും എനിക്ക് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാം. റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഈസ് അവൈലബിൾ അഗൻസ്റ്റ് ഓൾ ഒഫൻഡേഴ്സ് ഇൻക്ലൂഡിംഗ് ആൻ അൺസൗണ്ട് പേഴ്സൺ, അല്ലെങ്കിൽ മൈനറോ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സണോ ഒക്കെ അവർക്കെതിരെ നമുക്ക് എന്ത് എക്സസൈസ് ചെയ്യാം? ഈ പറയുന്ന റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാം എന്നാണ് സെക്ഷൻ 98 പറയുന്നത്. പിന്നെ പിന്നെ അടുത്തത് നമ്മുടെ പബ്ലിക് സർവൻസ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, അഖിൽ എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസ് വരുന്നതെങ്കിലും അറിയാണ്ട് അതുലിനെ അറസ്റ്റ് ചെയ്ത് പോവാണ്. അപ്പം പോലീസ് ആക്ട് ചെയ്യുന്നത് എന്തിനകത്താണ്? ആള് മിസ്റ്റേക്ക് ഓഫ് ആക്ടിന്റെ പുറത്തോ അല്ലെങ്കിൽ ആളുടെ പബ്ലിക് സർവന്റ് എന്ന് പറയുന്ന ഡ്യൂട്ടിയാണ് ആൾ എക്സസൈസ് ചെയ്യാൻ വരുന്നതെങ്കിൽ എന്നെ അല്ല അറസ്റ്റ് ചെയ്യേണ്ടതെന്നും പറഞ്ഞ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആൾക്കെതിരെ പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. സോ പബ്ലിക് സർവൻസിനെതിരെ, അതായത് ഗുഡ് ഫെയ്ത്തിൽ ആക്ട് ചെയ്യുന്ന ഒരു പബ്ലിക് സർവന്റിനെതിരെ നമുക്ക് എന്ത് അവൈലബിൾ അല്ല? റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് അവൈലബിൾ അല്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്, സെക്ഷൻ 99 പറയുന്നത്. സെക്ഷൻ 99 എന്ത് പറയുന്നു? ഒരു ഒരു പബ്ലിക് സർവന്റിനെതിരെ പ്രൈവറ്റ് ഡിഫൻസ് എന്താണ്? ഗുഡ് ഫെയ്ത്തിൽ ആക്ട് ചെയ്യുന്ന ഒരു പബ്ലിക് സർവന്റിനെതിരെ നമുക്ക് ഈ ഒരു പ്രൈവറ്റ് ഡിഫൻസ് എടുക്കാൻ പറ്റില്ല. പക്ഷെ ചില സമയത്ത് ഇയാൾ നമ്മളെ കൊല്ലാൻ പോവാണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എന്ത് എക്സസൈസ് ചെയ്യാം? അങ്ങനെ കൊല്ലൂ എന്നൊക്കെ ഉള്ള അപ്രിഹെൻഷൻ ഉണ്ട്. അങ്ങനെ ഭയങ്കര
ഗ്രീവിയസ് ആയിട്ടുള്ള ഹേർട്ട് കോസ് ചെയ്യും അല്ലെങ്കിൽ കൊല്ലും എന്നൊക്കെയുള്ള അപ്രിഹെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പബ്ലിക് സർവന്റിനെതിരെ പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അടുത്തത് എന്തോ ഏതാണ് ഏത് കേസാ മനസ്സിലായില്ല? തല്ലിയതിനകത്ത് ഗ്രീവിയസ് ആയിട്ടുണ്ടോ? എനിക്ക് കേസ് ഏതാന്ന് മനസ്സിലായില്ല. ഗ്രീവിയസ് ആയിട്ടുണ്ടോ ആ കേസില്? ആ തലയടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ തിരിച്ച് ഡിഫെൻഡ് ചെയ്യായിരുന്നു. പ്രൈവറ്റ് ഡിഫൻസിനകത്ത് വരും, സെക്ഷൻ 100 വരും. സെക്ഷൻ 100 അല്ല, സോറി 99 വരും. അടുത്തത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആക്ട് നടക്കാൻ പോകുന്നത് നമുക്ക് നേരത്തെ അപ്രിഹെൻഷൻ ഉണ്ട്, നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്. ഒരു ഏതെങ്കിലും ഒരു പബ്ലിക് അതോറിറ്റിനെയോ ഒരു പബ്ലിക് സെർവന്റിനെയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ഒക്കെ ആ ഒരു ആക്ട് നടക്കാൻ പോകണമെന്ന് അറിയിക്കാനുള്ള സാവകാശം നമുക്ക് ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ. എന്നിട്ടും നമ്മൾ ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യാണ്ട് പിന്നെ ഈ ആക്ട് വരുന്ന സമയത്ത് നമ്മൾ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൈവറ്റ് ഡിഫൻസ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് cannot be exercised when there is time to have recourse to the protection of public servants. When there is a chance of getting police protection, one cannot exercise right of private defense. ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേസല്ല, അറിയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യം സിനിമ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അപ്രിഹെൻഷൻ. ദൃശ്യം കണ്ടതാണോ? ഓക്കെ. അപ്പൊ ആ ദൃശ്യത്തിനകത്ത് വരുൺ വന്നിട്ട് വൈകുന്നേരം ആ കുട്ടിയെടുത്ത് പറയുന്നുണ്ട്, ഞാൻ നിന്റെ അടുത്തോട്ട് വരും, രാത്രിയിൽ വരും എന്ന് പറയാണ്. അപ്പൊ കുട്ടിക്ക് നാച്ചുറലി ഊഹിക്കാം ഇയാൾ ഉപദ്രവിക്കാൻ തന്നെയായിരിക്കും വരുന്നെന്നുള്ളത് ഊഹിക്കാം. അല്ലെങ്കിൽ അപ്പം സിനിമയ്ക്കകത്ത് ലോജിക്കില്ല, അത് വേറെ കാര്യം. അപ്പൊ ആ കുട്ടിക്ക് തോന്നുകയാണ് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി, എന്നെ റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാത്രി വരുന്നതെന്ന് ആ കുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ രാത്രി വരെ സമയം ഉണ്ടായിരുന്നു, ആ കുട്ടിക്ക് എന്ത് ചെയ്യായിരുന്നു? പോലീസ് സ്റ്റേഷനിൽ അറിയിക്കോ അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞ് പ്രൊട്ടക്ഷൻ വാങ്ങിക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നു. ഈ സമയം ഈ പറയുന്ന പോലെ റീകോഴ്സ് ചെയ്യാണ്ട് ആള് വെയിറ്റ് ചെയ്തിരുന്ന് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്തിട്ട് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല? പ്രൈവറ്റ് ഡിഫൻസ് ആണെന്ന് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് വേറെ ഇപ്പൊ ലോജിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് വരുന്നത് ഉപദ്രവിക്കാനാണെന്ന് അറിയില്ലായിരുന്നു എന്ന് വേണേൽ പറയാം, അല്ലെ? അങ്ങനെയൊക്കെ പറയാം. ഇതല്ല, ഞാൻ പറഞ്ഞതാണ്, ഒരാൾ ഉപദ്രവിക്കാൻ വരുമെന്ന് പറഞ്ഞതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എന്തല്ല, ഈ പറയുന്ന പോലെ അതൊരു പ്രൈവറ്റ് ഡിഫൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. And the right of private defense shall not extend to the inflicting of more harm than necessary for the purpose of defense. അതിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞിട്ട് എന്ത് പറയാൻ പറ്റില്ല? റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ആണ് എക്സസൈസ് ചെയ്തതെന്നുള്ളത് പറയാൻ പറ്റില്ല. പിന്നെ പ്രോപ്പർട്ടിയുടെ കേസാണ്. അല്ല, റൈറ്റ് ഓഫ് സെക്ഷൻ 102 പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് of a body commence as soon as a reasonable apprehension of danger to the body arises and it continues as long as apprehension of danger to the body continues. അതായത് നമ്മുടെ ബോഡിക്ക് ഒരു ആപത്ത് വരാൻ പോകണമെന്ന് എപ്പോഴാണോ നമുക്ക് തോന്നുന്നത് അന്നേരം മുതൽ നമുക്ക് അന്നേരം മുതൽ നമുക്ക് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എടുക്കാനും പറ്റും. എപ്പോൾ വരെ നമ്മുടെ ബോഡിക്കെതിരെ ആ ഹാം നിൽക്കുന്നുണ്ടോ അത്രത്തോളം നേരം നമുക്ക് ഈ ഒരു പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് ബോഡി ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു കോസിംഗ് ഡെത്ത് ഓഫ് അസൈലന്റ് ഓർ ഒഫൻഡർ അണ്ടർ ദി ലൈക്ക് സർക്കംസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെ കേസിലാണ് നമുക്ക് ഒരാളെ കൊല്ലാൻ വരെ ഉള്ള റൈറ്റ് കിട്ടുക എന്നുള്ളതാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളെ കൊല്ലാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആളെ എന്ത് ചെയ്യാം? കൊല്ലാൻ പറ്റും. ഇനിയല്ല, നമുക്ക് ഗ്രീവിയസ് ആയിട്ട് ഉണ്ടാക്കാൻ വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഓപ്പോസിറ്റ് വരുന്ന ആളെ കൊല്ലാൻ പറ്റും. അതുപോലെ തന്നെ റേപ്പ് കമ്മിറ്റ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഓപ്പോസിറ്റ് വരുന്ന ആളെ കൊല്ലാൻ പറ്റും. അത് നമ്മുടെ ബോഡി ആവാം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾക്ക് റേപ്പോ മർഡറോ ഒക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിലും അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം? ആളെ കൊല്ലാൻ പറ്റും. അതുപോലെ തന്നെ അൺനാച്ചുറൽ ലെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പൊ റേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ IPC പ്രകാരം റേപ്പ് ആർക്കേ കമ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു മാനിനെ റേപ്പ് കമ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആർക്കെതിരെ കമ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു വുമണിനെ മാത്രമേ അവിടെ വിക്ടിമായിട്ട് നമ്മൾ പറയാറുള്ളൂ. അതല്ല, ഒരു മാൻ തമ്മിലുള്ള സെക്ഷൽ ഇന്റർകോഴ്സ് ആണെങ്കിലും, അല്ലെ വുമൺ ആയിട്ടുള്ള സെക്ഷൽ ഇന്റർകോഴ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ
എന്താണ് മാനും മാനല്ല, ഒരു ആനിമൽ ഇൻക്ലൂഡഡ് ആണ്, അല്ലെങ്കിൽ ഒരു കാർണൽ ഇന്റർകോഴ്സ് ആണ് വരുന്നതെങ്കിൽ അതെല്ലാം നമ്മൾ 377 അൺനാച്ചുറൽ ഒഫൻസ് എന്നുള്ള രീതിയിലാണ് പറയാറ്. അപ്പൊ ഈ പറയുന്ന അൺനാച്ചുറൽ ഒഫൻസിന് ഒരിപ്പം കൺസെൻഷ്യൽ റിലേഷൻ ആണെങ്കിൽ അത് എന്തല്ല, ഒഫൻസ് അല്ല. അതല്ല, അനിമൽസിന് കൺസെന്റ് ഇല്ല, അതല്ല. ബാക്കി ഹോമോസെക്ഷൽ റിലേഷൻ കൺസെൻഷ്യൽ ആണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ലയബിൾ അണ്ടർ 377. അതല്ലാണ്ട് ഒരു മാൻ തന്നെ മാനിനെ പീഡിപ്പിക്കാൻ പോവാണ്, ഒരു മെയിൽ ആയിട്ടുള്ള ഒരാള് മെയിൽ ആയിട്ടുള്ള ഒരു മറ്റൊരാളെ പീഡിപ്പിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിനകത്താ പറയാ, അൺനാച്ചുറൽ ലെസ്റ്റ് ഗ്രാറ്റിഫൈ ചെയ്യാൻ പോവുകയാണെന്ന് പറയും. അങ്ങനെ ആള് ഒരു മാനിനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്, ഒരു റേപ്പ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ആളെ കൊല്ലാൻ വരെയുള്ള പ്രൈവറ്റ് ഡിഫൻസ് നമുക്ക് എക്സസൈസ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ കിഡ്നാപ്പിങ്ങോ അബ്ഡക്ഷനോ വല്ലതും കമ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും ഈ പറയുന്ന സംഭവം നമുക്ക് എക്സസൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരാളെ പിടിച്ച് പൂട്ടിയിടാൻ പോവാണ്. ഒരാളെ പിടിച്ച് പൂട്ടിയിടാൻ പോകുമ്പോൾ പൊതുവേ നമ്മൾ റോങ്ഫുൾ കൺഫൈൻമെന്റ് അത്ര വലിയ ഒഫൻസ് ആയിട്ട് പറയാറില്ല. പക്ഷെ എന്നെ ഒരാൾ പൂട്ടിയിടാൻ പോകുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഇനി എനിക്ക് ഇവിടുന്ന് ഒരു രക്ഷയില്ല, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ആയി പോകുമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ആളെ കൊല്ലാൻ വരെയുള്ള റൈറ്റ് ഏതിൽ പറയുന്നുണ്ട്, നമ്മുടെ സെക്ഷൻ 100 പ്രൈവറ്റ് ഡിഫൻസിനകത്ത് മേർഡർ വരെ ഡെത്ത് വരെ കോസ് ചെയ്യാം എന്നുള്ള രീതിയിൽ പ്രൈവറ്റ് ഡിഫൻസ് നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? അതുപോലെ തന്നെ ആസിഡ് അറ്റാക്ക് ഉണ്ടല്ലോ, നമ്മുടെ 326 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 326 ബിയിലും ആസിഡ് അറ്റാക്കിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ ആസിഡ് ത്രോ ചെയ്യാൻ വരികയാണെന്ന് തോന്നിക്കഴിഞ്ഞാലും എന്ത് ചെയ്യാം, ഈ പറയുന്ന സെക്ഷൻ 100 2013 അമെന്റ്മെന്റിന് ശേഷം ആസിഡ് അറ്റാക്കും കൂടെ ഈ പറയുന്ന ക്ലോസിനകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി പ്രോപ്പർട്ടിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മൾ പൊതുവെ പ്രോപ്പർട്ടിക്കെതിരെ വരുന്ന ഒഫൻസുകളൊക്കെയാണ്. ട്രസ്പാസിന്റെ കാര്യം പറയാറുണ്ട്, മിസ്ചീഫ്, അങ്ങനെയൊക്കെയുള്ള കുറെ ഒഫൻസുകൾ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പം റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് എ ബോഡി or property can be extended to the causing of harm other than death if the assailant can act does not അപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പൊ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു, എപ്പോഴൊക്കെ ഡെത്ത് വരെ കോസ് ചെയ്യാന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി ഈ പറഞ്ഞ സർക്കംസ്റ്റൻസസ് അല്ലാന്നുണ്ടെങ്കിൽ ഡെത്ത് കോസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിൽ താഴെയുള്ള പ്രൈവറ്റ് ഡിഫൻസ് വേണമെങ്കിൽ കോസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ഇതിനകത്ത് പറയേണ്ട വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് എതിരെ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. അപ്പൊ സപ്പോസ് വേറൊരാൾ തോക്കും കൊണ്ട് വരികയാണ്, ഇയാളുടെ കയ്യിൽ ഒരു കൊച്ചു കുഞ്ഞുണ്ട്. ഈ കയ്യിലുള്ള ഒരു കൊച്ചു കുഞ്ഞല്ല, ഇയാളുടെ ചുറ്റും കൊച്ചു കുഞ്ഞുങ്ങൾ നിൽക്കുകയാണ്, ഇയാൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. നമുക്ക് ഈ കൊച്ചു കുഞ്ഞിനെ അറ്റാക്ക് ചെയ്യാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് എക്സസൈസ് ചെയ്യാം, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാം. അതായത് ഒരു ഇന്നസെന്റ് ഒരാൾക്ക് റിസ്ക് ഓഫ് ഹാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാം. പിന്നെ ഇനി ബോഡിയല്ല പ്രോപ്പർട്ടിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് തെഫ്റ്റ്, റോബറി, മിസ്ചീഫ്, ക്രിമിനൽ ട്രെസ്പാസ് പോലുള്ള കാര്യങ്ങളൊക്കെ കമ്മിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് എക്സസൈസ് ചെയ്യാൻ പറ്റും, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ സാധനം ഒരാൾ അടിച്ചുകൊണ്ട് പോകാൻ പോവാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആളെ അടിച്ചിടാനൊക്കെ പറ്റും അല്ലെ. അതുപോലെ തന്നെ നമുക്കെതിരെ ഇത് അടിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പൊ റോബറി ഒക്കെയാണ്, ഒരുപാട് പേര് വയലൻസോട് കൂടിയാണ് വന്ന് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് മർഡർ വരെ കമ്മിറ്റ് ചെയ്യാനുള്ള റൈറ്റ് തരുന്നുണ്ട്. അതുപോലെ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് പ്രോപ്പർട്ടി ക്യാൻ ബി എക്സ്റ്റെൻഡ് ടു ദ കോസിംഗ് ഓഫ് ഡെത്ത് ഓഫ് ഒഫൻഡർ. എപ്പോഴൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ റോബറി കമ്മിറ്റ് ചെയ്യാൻ വരികയാണ്, അല്ലെങ്കിൽ ഹൗസ് ബ്രേക്കിംഗ് ബൈ നൈറ്റ് ചെയ്യണം, അതായത് രാത്രി വീട്ടിൽ കയറി മോഷണം. അങ്ങനെയാണെങ്കിൽ രാത്രി പെട്ടെന്ന് കള്ളനെ കണ്ടാൽ നമ്മൾ പേടിച്ചു പോകില്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ അവിടെയും നമുക്ക് എന്ത് എക്സസൈസ് ചെയ്യാം, ഈ പറയുന്ന റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാം. അതുപോലെ തന്നെ മിസ്ചീഫ് ബൈ ഫയർ. മിസ്ചീഫ് എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ സാധനം നശിപ്പിക്കുന്നതിനാണ് നമ്മൾ മിസ്ചീഫ് എന്ന് പറയാം. ഇപ്പൊ തീയിട്ട് നശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും തീയിട്ട് നശിപ്പിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ അയാളെ കൊല്ലാൻ വരെയുള്ള റൈറ്റ് നമുക്ക് എക്സസൈസ് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ അതുപോലെ ഏതാണ് തെഫ്റ്റ് കമ്മിറ്റ് ചെയ്ത് ട്രസ്പാസ് ഒക്കെ കമ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ തെഫ്റ്റിന്റെയോ ട്രസ്പാസിന്റെയോ കൂട്ടത്തില് ആള് ഗ്രീവിയസ് ഹർട്ടോ ഡെത്തോ കോസ് ചെയ്യും എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് എക്സസൈസ് ചെയ്യാം, ഈ പറയുന്ന റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ക്ലോസിലുള്ള കാര്യങ്ങളല്ലാന്നുണ്ടെങ്കിൽ 103 പറയുന്ന കാര്യങ്ങളല്ലാന്നുണ്ടെങ്കിൽ ഡെത്ത് കോസ് ചെയ്യാൻ പാടില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എക്സസൈസ് ചെയ്യാം. ഇനി ഈ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് നമ്മൾ പറഞ്ഞു, അപ്രിഹെൻഷൻ എത്രത്തോളം ഉണ്ടോ അത്രത്തോളമാണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ലിമിറ്റ് വിട്ടുപോയി കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ പല ഒഫൻസിനകത്ത്, അതായത് ഇപ്പൊ മർഡർ ഒക്കെ പറയുന്ന സമയത്ത് കൾപ്പബിൾ ഹോമിസൈഡ് മർഡർ പറയുന്ന സമയത്ത് കൾപ്പബിൾ ഹോമിസൈഡ് ആവാനുള്ള ഒരു ഗ്രൗണ്ടാണ് ഈ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സീഡ് ചെയ്തു പോയി എന്നുള്ളതൊക്കെ അതിനകത്തുള്ളൊരു ഗ്രൗണ്ടായിട്ട് പറയാറുണ്ട്. തൽക്കാലം നമ്മുടെ പ്രൈവറ്റ് ഡിഫൻസ് ഏകദേശം ഇതിനകത്ത് കംപ്ലീറ്റഡ് ആയി എന്നെനിക്ക് തോന്നുന്നു.
റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഏകദേശം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആളുകളൊന്നും കയറിയിട്ടില്ല. ഈ PPT വേണോ? ഞാനിത് പലയിടത്തും എടുത്ത സ്ക്രീൻഷോട്ടാണ്, വേണമെങ്കിൽ സെൻഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പം ഷെയർ ചെയ്തേക്കാം. ഇനി ക്ലാസ് ആളില്ലാന്നുണ്ടെങ്കിൽ വെക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളവർക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒഫൻസുകൾ വളരെ കുറച്ചേ ഉള്ളൂ. വേണമെങ്കിൽ ഒരു ക്ലാസ്സും കൂടെ വെക്കാം. എന്താന്ന് വെച്ചാൽ സുബോധിന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു.